അനുഗ്രഹീതമായ ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ നല്ല പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന വലിയ സാവകാശങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും യേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഈ നല്ല പ്രഭാതം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ, അതിന് കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രി കണ്ടവര് ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ എത്രയോ പേര് മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് തന്ന സമാധാനത്തിനും ദൈവം നമുക്ക് തന്ന സന്തോഷത്തിനുമായി ഞാൻ പിതാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥന കൂടെ നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കാം. പതിപോലെ നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ ദൈവിക സാന്നിധ്യം ഇന്ന് പകലിൽ വെളിപ്പെടേണ്ടതിനായി ആത്മാവിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ നടക്കുന്ന ഈ പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹമാകട്ടെ, വലിയ ദൈവ സാന്നിധ്യത്തിന്റെ ഒരു നിമിഷമാകട്ടെ എന്ന് ആത്മാവിൽ ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഏവരെയും ധാരാളമായി സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടായിരിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഈ പ്രഭാതത്തിൽ അടയ്ക്കാം. ദൈവസന്നിധിയിൽ ഒരു മിനിറ്റൂടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന സമയം വ്യക്തമായി ഇടപെടുമാറാകട്ടെ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി ഇടപെടുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മളെ ശക്തി കൊണ്ട് അരമുറുക്കുന്ന ഒരു നല്ല ദൈവം. പാട്ടുകാരൻ പാടുന്ന പോലെ ഈ പകലിൽ തെറ്റുകുറ്റങ്ങൾ വരാതെ നമ്മളെ രക്തക്കോട്ടയ്ക്കകത്ത് മറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ മേൽ ശക്തിയോടെ വെളിപ്പെടുമാറാകട്ടെ. ദൈവജനം ഇങ്ങനെ വായിക്കുന്നു, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യകാല രക്തത്തിനടുക്കലല്ലോ നാം വന്നിരിക്കുന്നത്. നിശ്ചയമായും ഇതിന്റെ വിടുതലുകൾ ദൈവാത്മാവിൽ ചെയ്തെടുക്കേണ്ടതിനായി ആത്മാവിൽ അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. അടുത്ത മണിക്കൂറുകൾ ദൈവ സാന്നിധ്യം തിരിച്ചറിയണം. അടുത്ത മണിക്കൂറുകൾ പിശാച് വെച്ച കുരുക്കിനകത്തുനിന്ന് ഈ പ്രാർത്ഥന വലയത്തിനകത്തൊരു വലിയ വിടുതൽ നടക്കണം. തകർത്ത് കളയുമെന്ന് പിശാച് ഒരുക്കി വെച്ച സകല പദ്ധതികളും യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം തകരപ്പെടുന്ന പകലായി മാറേണ്ടതിനായി അല്പസമയം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആത്മാവ് ഇടപെടട്ടെ, ആത്മാവ് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകലിൽ നമ്മുടെ മേൽ ശക്തിയോടെ ഇറങ്ങി വരട്ടെ. എല്ലാ പൈശാചിക മേഖലകളും ഇന്ന് പകല് പൊട്ടിമാറി ദൈവികമാണ് പദ്ധതിക്കകത്തേക്ക് നമ്മളെ ഒന്ന് പ്രവേശിപ്പിക്കപ്പെടേണ്ടതിനായി ആത്മാശക്തിയോടെ നമുക്ക് ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയുന്നു. ദൈവാത്മാവ് ഇന്ന് പകലിൽ ധാരാളമായി സഹായിക്കണം. കൃപയാൽ ദൈവാത്മാവ് നിറയ്ക്കണം. എല്ലാ പോരുകളെ സ്വർഗം ശാസിക്കണം. ഒരു വലിയ മഹത്വം ഈ പകൽക്കാലം ഇറങ്ങണം. ജനത്തോട് പരിശുദ്ധാത്മാവിൽ സംസാരിപ്പാൻ അടിയനെയും ബലപ്പെടുത്തുമാറണം. വചനത്തിന് ആഴകൾ ദൈവം തുറക്കണം. കർത്താവ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനായി സ്തോത്രം. കൃപ കൊണ്ട് ദൈവം നിറയ്ക്കണം, നന്മയ്ക്കാ ഒരുക്കണം. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് ഇന്ന് പകലിൽ അനുഗ്രഹിക്കട്ടെ. ദൈവിക സാന്നിധ്യം കൊണ്ട് ദൈവാത്മാവ് ഈ പകലിൽ നമ്മെ നിറയ്ക്കട്ടെ. ആമേൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം എടുക്കാം. അതിന്റെ 19-20 വാക്യങ്ങൾ ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ. ആരെങ്കിലും ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ചു. രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ നിന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹത്തിനെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. മതി. അനുഗ്രഹീതമായ നല്ല വേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. രാജാവ് അധികാലത്തെ എഴുന്നേറ്റ് ബന്ധപ്പെട്ട് ഗുഹയുടെ അരികെ ചെന്നു. രാജാവ് അധികാലത്തെ എഴുന്നേറ്റ് ബന്ധപ്പെട്ട് ഗുഹയുടെ അരികെ ചെന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ചെന്നത് കാര്യം വചനം വായിക്കുന്നത്, ഗുഹയുടെ അരികിൽ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാവിലെയാണേ, പ്രഭാതത്തിലാണേ. ദാനിയേലിന്റെ അടുക്കൽ ചെന്നിട്ട് ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ച്, രാജാവ് ജീവനുള്ള ദൈവത്തിന്റെ ദാസനെ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ആത്മീയ ചിന്തയാണ് നാം ഇന്ന് സമയം വായിച്ചത്.
ആമേൻ. ഈ അതിരാവിലെ ദൈവസന്നിധിയിൽ വരുന്ന പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൈവപ്രവർത്തിയുടെ സമയങ്ങളാണ്. കാര്യം ഇത് പലരും ഈ സമയങ്ങളൊക്കെ എഴുന്നേൽക്കുകയോ ഒന്നും ചെയ്യാത്തൊരു ടൈമിലാണ് നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം 63 സംഘത്തിൽ വായിക്കുന്നു, കർത്താവെ അതിരാവിലെ അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ഒരു ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നെന്ന്. അപ്പോൾ സ്തോത്രം, മരുഭൂമിയിലായിരിക്കുന്ന ദാവീദ് അതികാലത്തെ എഴുന്നേറ്റ് സ്തോത്രം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞാൻ മരുഭൂമിയിലാണ്, പക്ഷേ ഞാൻ ദാഹിക്കുന്നത് നിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയാ. ഒരു നേരത്തെ വെള്ളത്തിന് വേണ്ടിയല്ല അവൻ ദാഹിച്ച. മരുഭൂമിയിൽ വെള്ളത്തിന് വേണ്ടിയാണ് സാധാരണ ദാഹിക്കുന്നത്. എന്നാൽ അവൻ ദൈവസ്ഥനെ ദാഹിച്ചത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ദൈവ പൈതൽ, അത് മരുഭൂമിയാണെങ്കിലും അവൻ പറഞ്ഞൊരു കാര്യമാണ് വചനത്തിൽ, ദൈവമേ നീ എന്റെ ദൈവം. അത് മരുഭൂമി എനിക്ക് വന്നാലും, എനിക്ക് അനുഗ്രഹം വന്നാലും, എനിക്ക് നഷ്ടം വന്നാലും, എനിക്ക് കഷ്ടം വന്നാലും, എനിക്ക് രോഗം വന്നാലും, എനിക്ക് വെള്ളമില്ലാത്ത അവസ്ഥ വന്നാലും, ഞാൻ വലിയ സമൃദ്ധിയിൽ പോയാലും, കർത്താവെ നീ എന്റെ ദൈവം. അതായത് എല്ലാം മാറിപ്പോയാലും എന്റെ ദൈവം ഏത് സമയത്തും എന്റെ ദൈവം തന്നെയാ. മാറ്റമില്ലാതെ എന്നെ കരുതുന്ന ഒരു കർത്താവിനെ അവൻ വെളിപ്പെടുത്തി. അതിരാവിലെ എഴുന്നേറ്റ് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, പഴയ നിയമങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, അതിരാവിലെ അതികാലത്തെ എഴുന്നേറ്റ് അബ്രഹാം കഴുതയ്ക്ക് കോപ്പിട്ടിട്ട് അവൻ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങി എന്നുള്ളതാണ്. അടുത്ത മണിക്കൂറുകളിൽ നടക്കേണ്ട ദൈവ പ്രവർത്തിക്ക് വേണ്ടി അവൻ അതികാലത്തെ എഴുന്നേറ്റ് അവൻ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായി. അപ്പൊ നിശ്ചയമായും അതികാലത്തെ പ്രാർത്ഥനയിൽ ഭയങ്കര പ്രചോദനമുണ്ട് കേട്ടോ. അതികാലത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത മണിക്കൂറുകൾ നമുക്ക് വേണ്ടി പിശാച് അടച്ചു വെച്ച ചില മേഖലകൾ, അത് തുറക്കുന്ന ചില മണിക്കൂറുകളെ നാം പ്രഖ്യാപിക്കാൻ പോകുകയാണ്. നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നു, കർത്താവേ, അടുത്ത മണിക്കൂറുകൾ എൻ്റെ ലൈഫിൽ എൻ്റെ കർത്താവ് തരാമെന്ന് പറഞ്ഞ സകല നന്മകളും സകല വിടുതലുകളും അത് ഈ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ തലത്തിൽ ഒന്ന് വെളിപ്പെടേണ്ടതിനായി ആത്മശക്തിയോടെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് ശക്തിയോടെ സ്തോത്രം ചെയ്യുകയാണ്. റൈറ്റ്മൻ ഹതനകച്ചി. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ച, ദൈവത്താൽ ശക്തി പ്രാപിച്ച, ദൈവത്താൽ നിയോഗം പ്രാപിച്ചവരാണ് ഈ അധികാലത്ത് ആമേൻ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. ഞാൻ എപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ നിന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ പഴയ നിയമകാലത്തും ഇതുപോലെ തന്നെ മന്ന പറക്കാൻ വേണ്ടി ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഓർഡർ കൊടുത്തു, മന്ന പറക്കാൻ വേണ്ടി. സ്തോത്രം. ഇസ്രായേൽ മക്കൾ പറഞ്ഞ, കർത്താവേ, ഞങ്ങൾക്ക് മന്ന വേണം. ഇസ്രായേൽ മക്കൾക്ക് ആഹാരത്തിനോട് ആർത്തിയുള്ളവരായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇറച്ചി വേണ്ട സമയത്ത് ദൈവത്തോട് ചോദിച്ചു, മന്ന വേണ്ട സമയത്ത്, മന്നയെന്ന് ആദ്യമായിട്ട് കഴിക്കുന്ന ആഹാരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ മന്ന കഴിക്കാൻ വേണ്ടി ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ചോദിച്ചപ്പോൾ കർത്താവിന്റെ ഉപദേശം ഇതായിരുന്നു, നിങ്ങൾ അതികാലത്തെ എഴുന്നേറ്റ്, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിങ്ങൾ മന്ന പറക്കണം. അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ മന്ന കിട്ടത്തില്ല, വെട്ടമടിച്ചു കഴിഞ്ഞാൽ മന്ന കിട്ടത്തില്ല. അതികാലത്തെ എഴുന്നേറ്റ് മന്ന പറക്കണം. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മന്ന പറക്കണം. മന്ന പറക്കിയിട്ട് അന്നെന്നുള്ളതിനെ പറക്കി നിങ്ങൾ ഭക്ഷിച്ചോണമെന്നാ പറഞ്ഞ്. സ്തോത്രം. അപ്പൊ ഈ അധികാലത്ത് എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ്സ് ആ കേട്ടോ. എത്ര രാമയും പറയാൻ തയ്യാറുണ്ട്? ഈ അധികാലത്ത് പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവിന് നമ്മോട് വളരെ ശക്തമായിട്ട് ചില കാര്യം ഇടപെടാനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ വചനത്തിന്റെ ആഴങ്ങൾ ദൈവം തുറക്കാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവിശുദ്ധമായി പറയുന്നു, ഈ അധികാലത്ത് ദൈവം ചെയ്യാൻ പോകുന്ന എല്ലാ നന്മകളും ചൊരിയാൻ പോവുക. നിങ്ങൾ ഇതുവരെ കാണാത്ത ചില ദൈവിക പദ്ധതികൾ, ഇതുവരെ കാണാത്ത ചില ദൈവികമായ പദ്ധതികൾ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഇടപെടുന്നു. ആ വചനത്തിനതായിരിക്കുന്ന ചിന്തയിലേക്ക് നമ്മുടെ ചിന്തയെ നമുക്ക് കൊണ്ടുവരാം. പരിശുദ്ധാത്മാവ് ഇന്ന സമയം ധാരാളമായി സഹായിക്കട്ടെ. നമ്മുടെ വചനം വായിക്കുന്നത്, അവൻ രാജാവ് അധികാലത്തെ എഴുന്നേറ്റ് സ്തോത്ര ഗുഹയുടെ അരികിലേക്ക് ചെല്ലും. ഇവൻ ചെല്ലുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ രാത്രിയിലാണ് ദാനിയേലിനെ കൊണ്ട് സിംഹത്തിന്റെ ഗുഹയിലിട്ടത്. ഇട്ടപ്പോ തന്നെ ഇവർക്കൊരു ധാരണയുണ്ടായിരുന്നു, ഇവൻ അധിക ദിവസം ജീവിച്ചിരിക്കത്തില്ല. അടുത്തൊരൊറ്റ രാത്രി കൊണ്ട് ഇവന്റെ സകല ആയുസ്സും നഷ്ടപ്പെട്ട് ഇവന്റെ മാംസത്തെ കടിച്ചു കയറാൻ വേണ്ടി മിടുക്കന്മാരായ സിംഹക്കുട്ടികളെ സിംഹത്തിന്റെ ഗുഹയിലിട്ടിട്ടതാ. പക്ഷെ ഇട്ടവനൊരു ഉദ്ദേശമുണ്ടായിരുന്നു, ഇവൻ തീരണം.
ആമേൻ. ഇട്ട രാജാവിന് ഉദ്ദേശമുണ്ടായിരുന്നു, ദാനിയേലിന്റെ പ്രാർത്ഥന ഇന്നുകൊണ്ട് സ്റ്റോപ്പ് ആകണം. ആമേൻ. ഇന്ന് ഈ പ്രവാദത്തിൽ പരിശുദ്ധാന പറയുന്നു, നമ്മുടെ അസ്തമനം കാണാൻ, നമ്മുടെ മരണം കാണാൻ, നമ്മുടെ അധപ്പതനം കാണാൻ കാത്തുനിന്ന രാജാവിന് ഒരു ദുഃഖം പ്രമാദത്തിൽ ഉണ്ടായതുപോലെ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് വിരോധമായി നിന്ന ചില വ്യക്തികൾക്ക് ദുഃഖം സമ്മാനിച്ചിട്ട് ഭക്തന്മാരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു നല്ല പ്രമാദം ദൈവം തന്നതോർത്ത് ഇന്ന് പകലിലും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്, ഇതെന്റെ അനുഗ്രഹത്തിന്റെ പകലാണ്, ഇതെന്റെ ശാപത്തിന്റെ പകലല്ല, ഇതെന്റെ അനർത്ഥത്തിന്റെ പകലല്ല, ഇതെന്റെ മേൽ ദൈവം എന്തോ വലിയ കാര്യം ചെയ്തെടുക്കാൻ പോകുക. ഇന്നലകളെ പിശാച് എനിക്ക് നേരെ വിധിച്ച ചില വിധികളെ പുറത്താക്കിക്കൊണ്ട് ഈ അതിരാവിലെ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പ്രഭാതത്തിൽ നല്ല ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ അധികാലത്ത് എഴുന്നേറ്റിരിക്കുക അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ മന്ന പറക്കാൻ വേണ്ടി രാവിലെ എഴുന്നേക്കണം എന്നുള്ളതാ. 8:30 എഴുന്നേറ്റിട്ട് പിന്നെ സൗഷകാലം നാം എഴുന്നേൽക്കുക, പരനേശുവെ സ്തുതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ന കിട്ടത്തില്ല. സ്തോത്രം. ഇത് അധികാലത്ത് എഴുന്നേറ്റ് ദൈവസന്നിധി പഴയ നിയമ പിതാക്കന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു, അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രി പ്രാർത്ഥിക്കും, യാമാരംഭത്തിൽ പ്രാർത്ഥിക്കും, യാമത്തിലും പ്രാർത്ഥിക്കുമായിരുന്നു, യാമപ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വന്നപ്പോൾ പ്രാർത്ഥനകളൊക്കെ നഷ്ടപ്പെട്ട് വേറും കേവലം ഒരു മോഡിഫിക്കേഷനായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. 6-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന ചിന്തകളാണ്, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കാൻ 1-ാം വാക്യം മുതൽ വായിക്കാൻ സാധിക്കുന്നു. ദാനിയേലിനെതിരെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ നോക്കുക, നമുക്കെതിരെ ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പരതിക്കൊണ്ടിരിക്കുക. സ്തോത്രം. എത്രയൊക്കെ നല്ല കാര്യം ചെയ്താലും ഒരു ചെറിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ പുറത്തു കൊണ്ടുവന്ന് ദേശത്തിനകത്ത് അപമാനിക്കപ്പെടാൻ നോക്കി നിൽക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ കടന്നു കൊണ്ട് പറയുന്നു, ആരൊക്കെ എന്നെ അപമാനിക്കാൻ നോക്കിയാലും പ്രാർത്ഥന മുറി തെരഞ്ഞെടുത്ത ദൈവ പൈതൽ, നിലവിളിക്കാൻ അറിയാവുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ, പ്രാർത്ഥനയുടെ നിയോഗം അറിഞ്ഞൊരു ദൈവത്തിന്റെ പൈതലിനെ തച്ചുടയ്ക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമാകത്തില്ലെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കാര്യം നിലവിളിയുടെ നടുവിലാണ് സ്വർഗം ഇറങ്ങി വരുന്നത്, പ്രാർത്ഥനയുടെ നടുവിലാണ് സ്വർഗം ഇറങ്ങി വരുന്നത്. ഇന്ന് പകൽക്കാൽ ആരൊക്കെ നിനക്കെതിരെ കുറ്റാരോപണം കണ്ടുപിടിക്കാൻ വെളിപ്പെട്ട് പരിപാടി ആസൂത്രിതം ചെയ്ത് ഇറങ്ങി വന്നാലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സാന്നിധ്യം തിരിച്ചറിയുന്നവർക്കായി എന്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഞങ്ങൾ കുടുംബത്തിനകത്തുനിന്ന് പോരാട്ടങ്ങൾ ഉണ്ടാകും, ഭവനത്തിന്റെ പുറത്തുനിന്ന് പോരാട്ടങ്ങൾ ഉണ്ടാകും. യേശുവിൻ നാമത്തിൽ സകലതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു നല്ല പ്രവാദം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കറിയാം ദാനിയേല് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ദാനിയേല് പ്രാർത്ഥിക്കുമ്പോൾ ദാരിയവശ രാജാവ്, അന്നത്തെ രാജാവ് ദാരിയവശ രാജാവ് 120 ദേശാധിപതിമാരോട് ആലോചന കൊടുത്തു, ദാനിയേലിനെതിരെ നിങ്ങളൊരു കുറ്റം കണ്ടുപിടിക്കണം. ഒരു കുറ്റവും ഇല്ലാതെ നമുക്ക് ഇവനെ കൊണ്ട് ശിക്ഷ വിധിക്കാൻ പറ്റത്തില്ല. ഒരു ശിക്ഷ വിധിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കുറ്റം കാണും. കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് വന്ന 120 ദേശാധിപതിമാരും ദിവസങ്ങൾ മാറിയും തിരിഞ്ഞും ഇവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ ചെന്നപ്പോൾ ഇവനെക്കുറിച്ച് 120 ദേശാധിപതിമാര് കണ്ട ഒരു കുറ്റം ഞാൻ പറയാം, ഇവൻ പ്രാർത്ഥിക്കുന്നവനാണെന്നുള്ളതാണ്. എന്നെ നിന്നെ കുറിച്ചും പലരും ഇന്ന് കുറ്റം പറയുന്നത് നീ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാ, നീ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാ, നീ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാ, നീ കരമടിക്കുന്നുള്ളതാ. നിന്റെ വീട്ടിനകത്ത് നടക്കുന്ന പ്രാർത്ഥന അകത്തു പോലും നിനക്കെതിരെ പോരുകളും പോരാട്ടങ്ങളും എഴുന്നേക്കാൻ സാധ്യതകളുള്ള സമയമാണ് ഇത്. എന്നാൽ ഒരു കാര്യം പറഞ്ഞു, ആരൊക്കെ നിനക്കെതിരെ കുറ്റാരോപണം ചെയ്ത് കണ്ടുപിടിച്ച് ഒതുക്കാൻ നോക്കിയാലും പ്രാർത്ഥിക്കുന്നവനെ ഒറ്റ രാത്രി കൊണ്ട് പുറത്തു കൊണ്ടുവരുന്ന ഒരു സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കഷ്ടത അധിക മണിക്കൂർ നിൽക്കത്തില്ല. ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയത്തിനകത്ത് വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുന്നു. റൈറ്റേഴ്സ്, ഇന്ന് പകൽക്കാലം ദൈവാത്മ ആരോട് പറയുന്നു? നിന്നെ കുറിച്ച് കുറ്റം കണ്ടുപിടിക്കാൻ ആൾക്കാർ ഇങ്ങനെ പരതി നടക്കുമ്പോൾ പ്രാർത്ഥന കൈവിടാതെ മുഴങ്കാലം അടക്കുന്നവനെ കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനാണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ.
ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഈ കുറ്റം കണ്ടുപിടിക്കാൻ വരുന്നതിന് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാം. ആമേൻ. നമ്മുടെ ഇടയിലാണെങ്കിൽ എന്തെല്ലാം കുറ്റം കണ്ടുപിടിക്കാം. വാക്കിനകത്ത് കുറ്റം കണ്ടുപിടിക്കാം, പ്രവർത്തിയിൽ കുറ്റം കണ്ടുപിടിക്കാം, എന്തെല്ലാം കുറ്റം കണ്ടുപിടിക്കാൻ ആൾക്കാർ ഇങ്ങനെ പരിധി നടക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, സ്തോത്രം. ഹല്ലേലൂയ. ഒരു ശക്തിക്ക് നിന്നെ തടയാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ കൃപയുണ്ട് കേട്ടോ. ആമേ. അനൂപിച്ചു പരിശുദ്ധാത്മാമകളെ ശക്തമായിട്ട് ശക്തമായിട്ട് പറയുന്ന ഒരു ദൈവിക വെളിപ്പാട് ഞാൻ കൈമാറാം. ആമേൻ. സ്തോത്രം. പ്രാർത്ഥന ഒരിക്കലും കൈവിടരുത്. ബൈബിൾ ഇങ്ങനെ വാക്യമുണ്ട്, കർത്താവിന്റെ ആത്മാവ് ഇടപെടുന്നത്. ആമേൻ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് മറുപടി നൽകും, നിനക്ക് മറുപടി നൽകും. ഒന്നുകൂടെ പറഞ്ഞാൽ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടയ്ക്കണം. വാതിലടച്ചേ പറ്റൂ. നമ്മൾ അടയ്ക്കേണ്ട വാതിൽ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അകത്ത് നിലവിളി ഉയരുമ്പോൾ ദൈവം തുറക്കേണ്ട വാതിൽ ദൈവം തുറക്കും. എഴുതിവിട്ട് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഹല്ലേലൂയ. ആമേൻ. തകർത്ത് കളയുമെന്ന് വെല്ലുവിളിച്ച എലിസബത്തിന്റെ ജീവിതത്തിൽ ദൂതൻ ഇറങ്ങി 6-ാം മാസം ഒരു ദൂത് പറഞ്ഞു, എലിസബത്തെ, ഈ 6-ാം മാസം നിന്റെ വിടുതലിന്റെ ആരംഭം കുറിക്കുന്ന മാസങ്ങളാണ്. ആമേൻ. കഴിഞ്ഞ 5 മാസം ഇറങ്ങാത്തൊരു ദൂതൻ ഗബ്രിയേൽ ഇറങ്ങിയിട്ടും മീഖായേൽ ഇറങ്ങിയിട്ടും അഭിഷക്തന്മാർ ആരും ഇറങ്ങാത്ത സ്ഥാനത്ത് ദൂതൻ ഇറങ്ങിയിട്ട് വ്യക്തമായി വിളിച്ചു പറഞ്ഞു, ഇത് 6-ാം മാസം നിന്റെ അനുഗ്രഹത്തിന്റെ മാസമാ, നിന്റെ നിന്ന തുടച്ചു മാറുന്ന മാസമാ. നിന്റെ പ്രാർത്ഥന മുറിയിൽ നീ ഒഴുക്കപ്പെട്ട കണ്ണുനീരിന്റെ ചില വിടുതലിന്റെ തുടക്കത്തിന്റെ ചില മാസങ്ങളാ. പരിശുദ്ധാത്മ മകളെ അഞ്ജു ബിജു, പരിശുദ്ധാത്മാവ് ആത്മാവിൽ നിറഞ്ഞ് ശക്തമായി ഇടപെടുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ 1, 2, 3 ക്രമത്തിൽ നിന്റെ കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് അടയപ്പെട്ട ചില മേഖലയ്ക്കകത്ത് ദൈവം തുറന്ന് നിന്നെ മാനിക്കുന്ന ഒരു സമയത്തിലേക്ക് ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ കൊണ്ടെത്തിരിക്കുക. നിന്നെ ഉപദ്രവിച്ചവർ ദുഃഖ ശബ്ദത്തോടെ നിന്റെ അടുക്കൽ വരുന്ന ചില സീസൺ ദൈവം തുറക്കാൻ പോവാ. നിന്നെ അപമാനിച്ചവർ, നിന്നെ ഒറ്റപ്പെടുത്തിയവർ, നിന്റെ നിലവിളി, നിന്റെ കണ്ണിന്ന് വീഴുന്ന ഇറ്റിറ്റ് കണ്ണുനീര് കാണാൻ കൊതിച്ചിരുന്ന ചില വ്യക്തികൾ അതിദുഃഖത്തോടെ നിന്റെ അടുക്കൽ വന്നിട്ട് നിന്റെ നല്ല കാലം കാണുന്നൊരു സമയമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുന്നു. കഴിഞ്ഞ 5 മാസം തുറക്കപ്പെടാത്ത ചില ദൈവിക പദ്ധതികൾ എലിസബത്തിന് വേണ്ടി ദൈവം തുറന്നതുപോലെ ആമേ വിടുതലിന്റെ ഒരു 6-ാം മാസത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പ്രഖ്യാപിക്കാൻ പറയുന്നു. ആത്മശക്തിയോട് പ്രാർത്ഥിച്ചോ. നിന്നെ വിരോധമായി നോക്കിയവർ, നീ നശിച്ചു പോകുന്ന വിധി പറഞ്ഞവർ, ആമേ നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് വാതുകെട്ടിയ അവകാശം പറഞ്ഞവരുടെ നടുവിൽ ദൈവാത്മ പറയുന്നു, വ്യക്തമായി പരിശുദ്ധാത്മാവ് നല്ല പ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്നെ ദ്രോഹിച്ചവർ നിന്റെ മുമ്പിൽ വരത്തക്ക നിലവാരത്തിൽ ദൈവികമായ കരം നിന്റെ കുടുംബത്തിനകത്തും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്തും ചലിക്കുന്ന പകലെന്ന പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ആഴമായ ദൂത് വിളിച്ചു പറയുകയാം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ശക്തമായി പറയുന്നു, കരയുന്നവനെ തള്ളിക്കളയാത്തൊരു ദൈവം, പ്രാർത്ഥിക്കുന്നവനെ തള്ളിക്കളയാത്തൊരു ദൈവം, പ്രാർത്ഥിക്കുന്നവനെ ഉപേക്ഷിക്കാത്തൊരു ദൈവം. പെറ്റ തള്ള തൻകുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന ദൈവാത്മാവ് ഇടപെടുന്നേ. സിംഹക്കുഴിയൊക്കെ ഒരുക്കിയിട്ട് സിംഹക്കുഴിയുടെ തള്ളിയിടാൻ നോക്കുന്ന ഈ കുഴി കുഴിച്ചവൻ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇവൻ തീരണമെന്നുള്ളതാ. ദാനിയേലിനെ തീർക്കാൻ കൊണ്ടിട്ടതാ കേട്ടോ. ദാനിയേലിനെ ഇവനൊറ്റ രാത്രി കൊണ്ട് തീരണം. നാളത്തെ രാവിലെ ആകുമ്പോഴത്തേന് സിംഹത്തിന്റെ കയ്യിൽ മനുഷ്യനെ കിട്ടിയ പിന്നെ വെച്ചേ പോകും. എന്നാ പ്രാർത്ഥിക്കുന്നതിനറിയാം, ഇവിടെ സിംഹത്തിന്റെ അധരത്തെ അടച്ചിട്ട് എന്റെ അധരത്തെ തുറക്കുന്നൊരു രാത്രി എനിക്ക് ദൈവം തരും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ കഴിഞ്ഞ രാത്രിയിൽ, ചില രാത്രിയില് ആമേ സ്തോത്രം, ആമേ ഒരു രാത്രി അന്തി ഉറങ്ങിക്കഴിഞ്ഞ് നേരം വെളുപ്പിക്കുമോ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട സമയം മോളി ജേക്കബ് എന്ന് പറയുന്ന പ്രിയ ദൈവദാസിക്കുണ്ടായിരുന്നു. ഒരു രാത്രി ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ നേരം വെളുപ്പിക്കുമോ എന്ന് ചിന്തിച്ച ദിവസങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. കണ്ണടച്ചാൽ ഭയപ്പെട്ട ചില രാത്രികൾ ഉണ്ടായിരുന്നു. എഴുന്നേറ്റിരുന്ന നേരം വെളുപ്പിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. മരണത്തിന്റെ ശൃംഖലകൾ ജീവിതത്തെ തലോടി ആമേ മുന്നേറ്റം തരത്തിലെന്ന് ഈ ഒരു അടുത്ത ദിവസത്തെ സൂര്യൻ ഉദിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഒരു പ്രഭാതം എനിക്ക് കാണാം. ഈ രാത്രിയിൽ ഞാൻ എവിടെയോ ആമേ തകർന്നു പോകുമെന്ന് ചിന്തിച്ച രാത്രികൾ മകളെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. ശവം കാണ കൊതിച്ചു നിന്നവരുണ്ടായിരുന്നു. മരണം കാണ കതച്ച് കൊതിച്ചു നിന്നവരുണ്ടായിരുന്നു. നാളത്തെ ദിവസം കുടുംബത്തിനകത്ത് ഒരെണ്ണം അറ്റുപോകുമെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിനകത്ത് ഭാരപ്പെട്ട രാത്രികൾ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിൽക്കുന്നത് പ്രാർത്ഥനയുടെ
ബലത്തിന്റെ നടുവില. Amen. അതുകൊണ്ട് പരിശുദ്ധാത്മ ആണയിട്ടെന്ന് പറയുന്നു, ഈ Amen. പ്രഭാതത്തിൽ പറയുന്നു, പ്രാർത്ഥന ഒരംശം പോലും കുറയ്ക്കരുത്. ഹല്ലേലൂയ. Amen. ആമേ. കരുതുവാൻ ആരുമില്ല ഈ പ്രയാണ കാലത്ത്, ചാരുവാൻ ആരുമില്ല. പക്ഷെ തമ്പുരാൻ പറയുന്നു, നിന്നെ ദ്രോഹിച്ചവർ ദുഃഖ ശബ്ദത്തോടെ നിന്റെ പടിക്ക് വരുന്ന സമയമുണ്ടെന്ന് പരിശുദ്ധാത്മ ഇടപെടുകയ. അവൻ നിന്റെ തകർച്ച കാണാൻ കൊതിച്ചിരുന്ന ദാരിയവേശായാലും രാജാവായാലും അവന് ഉറക്കം കൊടുക്കാത്ത രാത്രി ഉണ്ടാകുന്ന ദൈവാത്മ പറയുന്നു, Oh, Jesus. അനർത്ഥം ദാനിയേല് നീ കിടന്നുറങ്ങും, പക്ഷെ നിന്നെ ഇട്ട രാജാവ് ഉറങ്ങത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കുടുംബത്തോട് ചേർന്ന്? ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി മോളി ജേക്കബ്, പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തിയിട്ട് ഒരുത്തനെ ഉറങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല ഇനി. Amen. ആമേൻ. നിങ്ങളെ Yes, തകർത്തിട്ട് ഒരുവനും ജീവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കാര്യം നിങ്ങൾക്ക് നേരെ വെച്ചതൊക്കെ തിരിച്ചടിക്കുന്ന നാളുകൾ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. രക്തത്താലും വചനത്താലും ചെയ്യും. നിങ്ങൾക്ക് നേരെ വെച്ച ചില വെല്ലുവിളികൾ തിരിച്ച് പായാൻ പോവാ. നിങ്ങൾക്ക് നേരെ അയച്ചതൊക്കെ തിരിച്ച് ചെല്ലേണ്ട ഇടത്തേക്ക് ദൈവം അയക്കാൻ പോകുക. റൈറ്റിനി അദൽഖമാന വൈഷപ്രഭം ദുനിയാസിയാതന ഇടകച്ചലതിയ റാൻചുബസിയാതന റകൽക്കന. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് നേരെ അയച്ചുവിട്ട ചിലതൊക്കെയുണ്ട്. 2025 പോലും കാണുമെന്ന് ഭാരപ്പെട്ട സമയമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളൊക്കെ അടിച്ചു ഒന്നിനു പുറകെ പ്രശ്നങ്ങളെ അടിച്ചിട്ടുകൊണ്ട് നിങ്ങളെ തകർത്ത് കളയുന്ന വല്ലാത്തൊരു വ്യാപാരത്തിന്റെ കെട്ട് യേശുവിൻ നാമത്തിൽ അവിടെ നിന്ന് പൊട്ടിച്ചാമ്പലാകാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കുടുംബത്തിന് മീതെ ആ ദൈവത്തിന്റെ കരുണ ഇന്ന് പകൽക്കാലം ഇറങ്ങാൻ പോകുക. രാജാവ് അതിദുഃഖത്തോടെ വന്ന കേട്ടോ. ദൈവത്തിന്റെ ആത്മാ പറയും, നമ്മൾ ഈ രാവിലെയൊക്കെ സന്തോഷിക്കുമ്പോ നമ്മുടെ തകർച്ച കാണാൻ ആഗ്രഹിച്ചവരൊക്കെ ദുഃഖ ശബ്ദത്തോടെ വരും കേട്ടോ. ഹല്ലേലൂയ. ദുഃഖ ശബ്ദത്തോടെ വരും. നമ്മൾ സന്തോഷിക്കാൻ പോവാം. നമുക്ക് എപ്പോഴും സന്തോഷിക്കാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കാനാ പറയുന്നത്. ഇടപെടാതെ പ്രാർത്ഥിക്കാൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യാനാ പറയുന്നത്. അപ്പൊ നിശ്ചയമായും ദൈവത്തിന്റെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽക്കാലം അത് ശക്തിയോടെ വെളിപ്പെടുന്ന പകലാ കേട്ടോ. അപ്പൊ മോളി ജേക്കബ്, ആമേ, ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവ് എന്തോ വലിയൊരു സീസൺ ദൈവം നിങ്ങൾക്ക് തുറക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാത്തു നിന്നവിടെ നടുവില് അവർ കാത്തു നിന്നൊന്നും നടക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥന മുറിയിൽ വെളിപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം ചെയ്യും. കർത്താവ് ഒരു വിടുതലായി. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഈ സന്ധ്യ ആയപ്പോഴത്തേന് ദാനിയേലിനെതിരെ രേഖയുണ്ടാക്കിയിട്ട് ദാനിയേലിനെ സിംഹക്കുഴി ഇടാൻ ഇത് രേഖയ്ക്കകത്ത് സബ്ജക്റ്റ് എന്നാന്ന് ചോദിച്ചാൽ ഇവൻ പ്രാർത്ഥിക്കുന്നവനാ. ഈ പ്രാർത്ഥിക്കുന്നവനെതിരെ ഇപ്പൊ പോരാട്ടം അല്ലെ? നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലോ, താവേ എനിക്ക് മാത്രം എന്താ ഈ പ്രശ്നം, എനിക്ക് മാത്രം എന്താ ഈ പോരാട്ടം, എന്നോട് മാത്രം എന്താ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോഴൊക്കെ നമ്മളെ തന്നെ വില കുറഞ്ഞ് കാണുന്ന ചില സമയങ്ങളുണ്ട്. കർത്താവിന്റെ മകൻ ബേബിക്കുട്ടി ദാനിയേൽ കർത്താവിന്റെ ദാസനോട് പരിശുദ്ധാത്മ പറയുന്ന ഒരു ദൈവിക വെളിപ്പാടോടെ ഞാൻ കൈമാറിയിട്ട് പിന്നെ മടങ്ങി വരാം. ഒരിക്കല് ഷീമോനെ കണ്ടുകൊണ്ട് സാത്താൻ പറഞ്ഞു, യേശുവിന് 12 ശിഷ്യന്മാരുള്ളതിൽ ഒരുവനായിരുന്നു ശീമോൻ പത്രോസ്. അത് കർത്താവിന് ഇഷ്ടം ബലഹീനന്മാരെയാ. ദൈവത്തിന് ഈ ബലവാന്മാരെയൊന്നും പണ്ടേ ഇഷ്ടമല്ല, ഇന്നും ഇഷ്ടമല്ല, ഇനി നാളെ ഒട്ടും ഇഷ്ടമല്ല. ദൈവത്തിന് ഇഷ്ടം ബലഹീനനെയാണ്. കാരണം ബലഹീനനെ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു പ്ലാനാ. അതല്ലേ കൊരിന്ത്യർ ലേഖനം വായിക്കാൻ കാണാൻ സാധിക്കുന്നത്. ബലവാനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തെരഞ്ഞെടുത്ത് അല്ലേ. അപ്പൊ ബലവാനെ ലജ്ജിക്കണം എന്നുണ്ടെങ്കിൽ ചില ബലഹീനമായതിന് പുറത്തു വരണം. അപ്പൊ ഷീമോനെ കണ്ടുകൊണ്ട് 12 ശിഷ്യന്മാരുള്ള യേശു കർത്താവിന്റെ ഒരു ശിഷ്യനായിരിക്കുന്ന ഷീമോനെ കണ്ടുകൊണ്ട് സാത്താൻ ചെന്ന് കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കർത്താവേ, ഈ ഷീമോൻ എന്ന് പറയുന്നവനെ ഗോതമ്പ് മണി പാറ്റുന്നത് പോലെ ഞാനൊന്ന് പാറ്റിക്കോട്ടെ. ഗോതമ്പ് മണി പാറ്റുന്നത് പോലെ അറിയാം, എല്ലാവർക്കും അറിയാലോ ഗോതമ്പ് മണി എങ്ങനെ പാറ്റുന്നതെന്ന്. മുറത്തിനകത്തിട്ട് അല്ലേ അരിയൊക്കെ പാറ്റുന്ന പോലെ ഗോതമ്പൊക്കെ പാറ്റുന്ന അറിയാമല്ലോ, അമ്മമാർക്കൊക്കെ അറിയാം. സ്തോത്രം. അപ്പൊ ഗോതമ്പ് മണി പാറ്റുന്നത് പോലെ ഞാൻ ഇവനെ ഒന്ന് പാറ്റിക്കോട്ടെ. കണ്ടോ, അവൻ സാത്താന്റെ ചെറിയ പരിപാടിയല്ല കേട്ടോ, അവൻ വൻകിട പരിപാടിയാ. അപ്പൊ കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, നിനക്ക് അവനെ പാറ്റാൻ കഴിയില്ല, നിനക്ക് അവനെ പാറ്റാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം സാത്താന്റെ ഇഷ്ടമായിരുന്നു ഇവനെ ഒന്ന് പാറ്റണം, ഇവനെ ഒന്ന് ഗോതമ്പ് മണി പോലെ പാറ്റണം. എന്റെ ചിന്ത പറഞ്ഞാൽ പരിശുദ്ധാത്മ പറയുന്ന ഒരു വെളിപ്പാട് ബേബിക്കുട്ടി ദാനിയേലിന്റെ പരിശുദ്ധാത്മ കൈമാറുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഗോതമ്പ് മണി പാറ്റുന്നത് പോലെ സാത്താൻ പാറ്റാൻ പ്ലാൻ ചെയ്തതാ. പക്ഷെ കർത്താവ് അനുവദിച്ചിട്ട് വേണ്ടേ? ഹല്ലേലൂയ.
സാത്താനോട് പറഞ്ഞു, സാത്താനെ നിനക്കൊന്നും കാരണം അവൻ എന്റെ ദാസനാ, നിനക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ശീമോൻ ഒരുപക്ഷെ ചിന്തിച്ച് കാണാം, കർത്താവ് ഈ 12 ശിഷ്യന്മാരുള്ളതിൽ ഒരുവനാ ഞാൻ, ഈ 11 പേർക്കും ഇല്ലാത്ത പ്രശ്നം എന്താ എന്റെ മേരെ ആഞ്ഞടിച്ചത്? ഈ 11 പേരോടും ഇല്ലാത്തൊരു പ്രശ്നമാണല്ലോ എനിക്ക് വരുന്നേ. അല്ല, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, വീട്ടിൽ ആർക്കുമില്ലാത്ത പ്രശ്നമല്ല എനിക്ക് നേരെ വരുന്നത്. ഷീമോൻ പറഞ്ഞു, ശീമോനെ നീ വെരി സൈലന്റ് ആക്, ബാക്കി കാര്യം ഞാൻ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ 11 ശിഷ്യന്മാര് പറഞ്ഞു കാണാടാ, ഞങ്ങൾക്ക് ഈ 11 പേർക്കും ഇല്ലാത്ത പ്രശ്നം എന്താടാ, നിനക്ക് മാത്രം. എല്ലാം നോക്കിക്കഴിയുമ്പോൾ പ്രശ്നം മുഴുവനും ശീമോനാ. തമ്പുരാൻ സ്നേഹ ഭാഷയിൽ വിളിച്ചിട്ട് അടുത്തു കൊണ്ടുവന്നിട്ട് ഒറ്റ കാര്യം പറഞ്ഞു, ശീമോനെ, ഒന്ന്, ഞാൻ നിന്നെ അധികം സ്നേഹിക്കുന്നു എന്ന് സാത്താൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2, ആർക്കും കൊടുക്കാത്തൊരു താക്കോൽ കൂട്ടമാണ് ഞാൻ നിന്റെ കരത്തിലേപ്പി, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. ചിലത് തുറക്കാനും ചിലത് അടയ്ക്കാനുമുള്ള താക്കോൽ ഞാൻ നിന്റെ കരത്തെ കൈമാറിയത് ദുഷ്ടപിശാച് അറിഞ്ഞിട്ട് നിന്നെ പാറ്റാൻ ശ്രമിക്കുക, പക്ഷെ ഞാൻ നിന്നെ വിട്ടുകൊടുക്കുകയില്ല. കർത്താവിന്റെ മകനോട്, ബേബിക്കുട്ടി ഡാനിയോട് പറയുന്നു, ശത്രു പലപ്പോഴും പാറ്റിക്കളയാൻ പദ്ധതിയിട്ടപ്പോൾ, ആർക്കുമില്ലാത്ത പ്രശ്നത്തിനകത്തൂടെ കടന്നു പോകുവാൻ പിശാച് പ്ലാൻ ചെയ്തപ്പോൾ, അവിടെയും നിലനിർത്തിയ തമ്പുരാന്റെ സ്നേഹത്തെ ഓർത്ത് ഇന്ന് പ്രഭാതത്തിൽ നന്ദി പറഞ്ഞണം. അടുത്ത ചില മണിക്കൂറുകൾ ദൈവം തുറക്കേണ്ട ചില വാതിലുകൾ, ദൈവം തുറക്കേണ്ട വ്യക്തിക്കകത്തൂടെ തുറന്നു മാനിക്കുന്ന ഒരു സീസൺ ദൈവം ഈ പ്രഭാതത്തിൽ തുറക്കുമെന്ന് പരിശുദ്ധാത്മ ആഴമായ ഞങ്ങളുടെ മകനോട് ഇടപെടുകയാ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ശക്തമായൊരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി, ശക്തമായൊരു ദൈവിക ആലോചനയ്ക്ക് വേണ്ടി ചെവി കൊടുത്തു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ആ ഭവനത്തെ, ആ പ്രിയപ്പെട്ടവനെ കർത്താവിന്റെ കരം അനുകൂലമായി ചലിച്ച് അവൻ ശത്രു പാറ്റിക്കളയേണ്ട സ്ഥാനത്തും ദൈവം പിടിച്ചു നിർത്തി മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന അറിയിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നത്, ഒരു ദൈവിക പദ്ധതികൾ, ഒരു ദൈവികമായ ആലോചനകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുമെന്നുള്ളതാണ്. ഇവിടെ പ്രഭാതത്തിൽ അതിരാവിലെ വന്നിട്ട് ദാര്യവേശം വന്ന് അതിദുഃഖത്തോടെ വിളിച്ചല്ലേ. നമുക്ക് ദുഃഖമൊന്നുമില്ല, പക്ഷെ ഇവന്മാർക്ക് ദുഃഖമുണ്ട്. കാര്യം നമ്മളെ തകർക്കാൻ നോക്കുന്നതിനൊക്കെ ഈ ദിവസങ്ങളിൽ ദുഃഖ ശബ്ദത്തിൽ വിളിക്കും കേട്ടോ. ഇതൊരു പ്രവചന സന്ദേശമാണ്. ഹല്ലേലൂയ. നമ്മളെയൊക്കെ ദ്രോഹിച്ചവരൊന്നും അധിക ദിവസം സന്തോഷത്തോടെ ജീവിക്കത്തില്ല. ദാനിയേലിനെ കൊണ്ട് സിംഗക്കുഴി ഇട്ടിട്ട് സ്തോത്രം രാജസ്ഥാനത്ത് പോയി സ്തോത്രം വെപ്പാട്ടികളും ഒക്കെ ഉണ്ട്, അവരൊക്കെ വീശി കൊടുക്കും. ഇന്നാണ് ടേബിൾ ഫാനും AC ഒക്കെ ഉള്ളത്. അന്ന് AC ടേബിൾ ഫാനും സീലിംഗ് ഫാനും ഒന്നുമില്ല. അന്ന് രാജാവ് പട്ടുമെത്തെ പോയി വിശ്രമിച്ചു കഴിഞ്ഞാൽ ഇടവും ബലം നിന്ന് 10-25 പേര് മാറിയും തിരിഞ്ഞും വീശി കൊടുക്കാനുണ്ട്. രാജാവിന് സുഖമായിട്ട് ഉറങ്ങാം. ഇന്ന് AC കിടക്കുന്നതിനേക്കാൾ സുഖമായിട്ട് ഉറങ്ങാം. പക്ഷെ സുഖമായിട്ട് ഉറങ്ങാന്ന് വിചാരിച്ച പട്ടുമെത്തെ പോയി കിടന്നപ്പോഴത്തേന് ഉറക്കം വരത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ പട്ടുമെത്തലല്ല ഇപ്പൊ കിടക്കുന്നേ. പ്രാർത്ഥിക്കുന്നവൻ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്താ. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ആരും കട്ടിലും മേശയൊന്നും വിരിച്ചിട്ടല്ല അവിടെ കൊണ്ടാക്കിയത്. അവിടുത്തെ സിംഹത്തിന് കിടക്കാൻ പാകത്തിൽ ഒരു ചെറിയ ഗുഹ. സ്തോത്രം, ഹല്ലേലൂയ. വരുന്നവനെ ഒറ്റ നിമിഷം കൊണ്ട് കടിച്ചു കയറാൻ വേണ്ടി വാ തുറന്നിരിക്കുന്ന സിംഹത്തിന് മിടുക്കന്മാരായ സിംഹക്കുട്ടികൾ. അതിന്റെ നടുവിലേക്ക് ഒരു പ്രാർത്ഥിക്കുന്നവനെ വലിച്ചെറിഞ്ഞപ്പോ തമ്പുരാൻ പറഞ്ഞു, എടാ, അവന്റെ ആദരത്തെ അടച്ചിട്ട്, കടിച്ചു കയറാൻ നിൽക്കുന്ന സിംഹത്തിന്റെ ആദരത്തെ അടച്ചിട്ട് എന്റെ ഭക്തന്റെ ആദരത്തെ തുറക്കുന്നൊരു രാത്രി ഉണ്ടെങ്കിൽ, ഇന്നവൻ അനുഭവിക്കാത്തൊരു വേദന, ഇന്ന് അനുഭവിക്കാത്തൊരു ക്ലേശം അവൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നാളത്തെ പ്രഭാതത്തിൽ അവൻ പുഷ്പം പോലെ അവനെ പുറത്തു കൊണ്ടുവന്നിട്ട്, രാജാവേ, നിന്റെ ചിന്തയ്ക്ക് ഒതുങ്ങാൻ കഴിയാത്തൊരു വിടുതൽ എന്റെ ഭക്തന്റെ ഞാൻ കൈമാറുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇതിനകത്ത് ചിലരോട് ദൂത് പറയുകയാ കേട്ടോ. ശക്തമായി ദൂത് പറയുകയാ. പരിശുദ്ധാത്മാവ് പറഞ്ഞ ആർക്കും കൊടുക്കാത്ത ചിലത് നിന്റെ മേൽ ദൈവം കൈമാറാൻ പോവാ. ദൈവാത്മ പറഞ്ഞ ചിലതിന്മേൽ ദൈവത്തിന്റെ ചില നിയോഗങ്ങൾ ദൈവം കൈമാറാൻ പോവാ. നീ പ്രാർത്ഥിക്കുന്നവളാണെന്ന് തന്റെ ഇടത്തോടെ പറഞ്ഞു. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ തന്റെ ഇടത്തോടെ പറഞ്ഞു. ഒരു ശക്തിക്കും എന്നെ തൊടാൻ കഴിയത്തില്ലെന്ന്, ഒരു പിശാചിനും എന്നെ തൊടാൻ. ഒരു രേഖ, എത്രക്ക രേഖ നിനക്കതിനെ ചമച്ച് കള്ളക്കേസിനകത്തിട്ട് ഒതുക്കാൻ നോക്കി എന്ന് പറഞ്ഞാൽ പിശാച് നിനക്ക് തടയാൻ കഴിയത്തില്ല. കാര്യം ഇത് തമ്പുരാന്റെ പദ്ധതിക്കകത്തേക്ക് ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം നിന്നെ വലിയൊരു പദ്ധതിയിലേക്ക് കൊണ്ടുപോകാൻ പോവാ. ഒരു വലിയ നിയോഗത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കാൻ പോവാ. ആ ദൈവിക മഹത്വത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്.
കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഹാലലി അവൻ അധികാലത്ത് എഴുന്നേറ്റ് രാത്രി കൊണ്ടുവന്ന് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തിട്ടിട്ട് മരണം കാണാൻ, ചിലതിന്റെ മരണം കാണാൻ വേണ്ടി ആഗ്രഹിച്ചവരൊക്കെ ഇന്നും ജീവൻ കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇസബേല് സത്യമായിട്ട് ഏലിയാവിന്റെ മരണം കാണാൻ ആഗ്രഹിച്ചതാ. പക്ഷെ ഏലിയാവ് മരിച്ചതായിട്ട് വചനത്തിനകത്തില്ല. ഏലിയാവ് ജീവനോടെ എടുക്കപ്പെടുകയായിരുന്നു. അപ്പൊ നമ്മുടെ തകർച്ച കാണാൻ നോക്കുന്നവരൊന്നും നമ്മുടെ തകർച്ച കാണത്തില്ല, പക്ഷെ നമ്മുടെ ഉയർച്ച കാണും കേട്ടോ. ബാബു എന്ന് പറയുന്ന ബ്രദർ പ്രാർത്ഥിച്ചോട്ടെ, ബാബു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചോട്ടെ. പരിശുദ്ധാന്ന് പറഞ്ഞ തകർച്ച കാണാൻ വേണ്ടി നോക്കി നിൽക്കുക, പക്ഷെ തകർച്ച ഒന്നും കാണത്തില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് നമ്മൾ ഉയർച്ച പ്രാപിക്കും. ഇപ്പൊ നമ്മുടെ സാഹചര്യം നോക്കി വെച്ചിട്ട് പരിതാപകരമാണ്. അല്പം ബുദ്ധിമുട്ടും പ്രയാസവും ഘട്ടവും നട്ടവും ഒക്കെ ഉണ്ടാകും. പക്ഷെ കർത്താവ് പറയുന്നു, നമുക്കില്ലാത്തൊരു നഷ്ടം രാജാവിനെ തിരിച്ചടിക്കാൻ പോവാ കേട്ടോ. നമ്മളെ കഷ്ടത്തിലാക്കിയവനെ അതിനകത്തോട്ട് വലിച്ചിട്ടിട്ട് ദൈവം പുറത്തു കൊണ്ടുവരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നിന്നെ കഷ്ടത്തിലാക്കിയവൻ സ്തോത്രം കഷ്ടത്തിലാകും. നിന്നെ ഈ കഷ്ടത്തിൽ നിന്ന് ദൈവം നിന്നെ പിടിച്ചു കയറ്റുന്ന ചില നിമിഷങ്ങൾ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. ബാബു എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവൻ ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 എബ്രായ ബാലന്മാരെ ഒരു കാരണവുമില്ലാതെ ഒരു തെറ്റും ചെയ്യാതെ ദൈവത്തിന് വേണ്ടി നിന്ന 3 എബ്രായ ബാലന്മാരെ ഇവന്മാരെ പിടിച്ചു കെട്ടി സിംഹത്തിന്റെ ഗുഹയിലെ തീച്ചുളയ്ക്കകത്തിട്ട് വലിച്ചിട്ടപ്പോൾ ഇവന്റെയൊക്കെ ധാരണ പെട്ടെന്ന് കത്തിച്ചാമ്പലാകുന്നായിരുന്നു. പെട്ടെന്ന് കത്തിച്ചാമ്പലാകുന്നായിരുന്നു. പക്ഷെ സംഭവിച്ചത്, സ്വർഗ സിംഹാസനം വിട്ട് ഒരുവൻ ഇറങ്ങി വന്നിട്ട് ആ തീക്കകത്തോട്ട് ഇറങ്ങി വരിക. തീയുടെ മുകളിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് പറയുന്ന കർത്താവിനെ അല്ല ബാബു എന്ന് പറയുന്ന വ്യക്തി ആരാധിക്കുന്നത്. കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരുവനുണ്ട്. അവൻ സിംഹാസനം വിട്ട് എനിക്ക് വേണ്ടി ഇറങ്ങി വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ ഇരിപ്പടം വിട്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മെ വിടുവിച്ച് ഈ കഷ്ടതയ്ക്കകത്ത് നമ്മുടെ കെട്ടുപൊട്ടിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന സൈന്യാധിപനായിരിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ സന്നിധിയിലുള്ള കാലത്തോളം ബാബു എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ ഒന്നും പേടിക്കേണ്ട. എവിടെ ഒറ്റപ്പെട്ടോ, എവിടെ അപമാനിക്കപ്പെട്ടോ, എവിടെ തീച്ചൂള വന്നോ അവിടെ മാനിക്കുന്ന ഒരു നല്ല ദൈവം നിങ്ങൾക്കുണ്ട്. കത്തിച്ചാമ്പലാകാനായിട്ടതാ, പക്ഷെ അത് കത്തത്തൊന്നും തീരത്തൊന്നുമില്ല. അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കണക്ക് തെറ്റിയെന്നാണല്ലോ തോന്നുന്നേ. നമ്മൾ 3 പേരെ ഇട്ടത്, ഇപ്പൊ 4 പേര് അതിനകത്ത് കിടന്ന് ആരാധിക്കുന്നു. അപ്പൊ രാജാവിന്റെ കൽപ്പനയാണ് ബാബു എന്ന് പറയുന്ന പ്രിയപ്പെട്ടുകൊണ്ട് പറയാൻ ദൈവം എനിക്കുന്ന ദൂതെന്ന് പറയുന്നത്. എന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. രാജാവ് അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ഒരു കാര്യം ചെയ്യും, ഇവന്മാരെ 3 വലിച്ചു കയറ്റിയിട്ട് ഇവന്മാരെ അതിനകത്ത് വലിച്ചിട്ടവന്മാരുണ്ടല്ലോ, അവന്മാരെ അവിടെ ഇട്ടേക്കാം. എന്തായാലും തീച്ചുളയ്ക്കകത്ത് കുറച്ചവന്മാര് കിടക്കണം. അതുകൊണ്ട് ആരാണ് ഈ ശദ്രക്ക, മേശക്ക്, അബേദ്നെഗോ ചങ്ങലയ്ക്കകത്തിട്ട് അങ്ങോട്ട് വലിച്ചിട്ടത്, അവനെ ഇട്ടിട്ട് ഭക്തന്മാരെ വിടുവിച്ചൊരു കരമുണ്ടെങ്കിൽ ആത്മാവ് വെളിപ്പെടുത്തും, നിങ്ങൾക്ക് നേരെ വന്ന കഷ്ടത വിരിച്ചവനെ അതിനകത്തോട്ട് വലിച്ചിട്ടിട്ട് നിങ്ങളെ പ്രയാസത്തിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ചില നാളുകളാ കേട്ടോ. ഹല്ലേലൂയ. ഈ പ്രമാദി ദൈവാത്മ പറയുന്നു, ചില ചുവരെഴുത്തുകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്താൻ പോവുക. നിങ്ങൾക്ക് നേരെ എഴുതി വെച്ച രേഖകൾ നിങ്ങൾക്ക് അനുകൂലമാകാൻ പോവുക. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ എഴുതി വെച്ച ചില പ്രബന്ധങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാൻ പോവുക. ഒന്നുകൂടെ പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾക്കെതിരെ ചലിച്ച രാജാവിന്റെ വാക്ക് പോലും നിങ്ങൾക്ക് അനുകൂലമായി വരാൻ പോവുക. ഇന്ന് പ്രതികൂലമായി നിന്ന് കുടുംബത്തോട് ഫൈറ്റ് ചെയ്യുന്ന ചിലരൊക്കെ ഉണ്ട്. അവര് നാളെ അടുത്ത മണിക്കൂറുകൾ നിങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ പ്രാർത്ഥന മുറിയിൽ മുഴങ്കാലം അടക്കിയാൽ മതി. ചില വിടുതലുകൾ നിങ്ങളെ തിരക്കി ഇറങ്ങിയിട്ടുണ്ടെന്ന് ആത്മാവ് ദൂത് പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആരുടെയും പുറകെ പോകണ്ട, ഒരു നന്മയുടെ പുറകെ പോലും ആരുടെ പുറകെ പോകണ്ട. നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കൂടാരത്തിൽ കൊണ്ടെത്തിക്കുന്ന നിത്യനായ ദൈവം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു, നിങ്ങൾ അസാധാരണ മനുഷ്യനായി പുറത്തു വരാൻ പോവാ. ഉടമന നിങ്ങളുടെ മരണം കാണാൻ കൊതിച്ചു നിന്നവരുണ്ട്. നിങ്ങളുടെ തകർച്ച കാണാൻ, നിങ്ങളുടെ കുടുംബത്തിന്റെ വീഴ്ച കാണാൻ, ഒരു ചീട്ടുകൊട്ടാരം പോലെ വീഴുന്ന കാണാൻ കൊതിച്ചിരുന്നവരുടെ നടുവില് നിങ്ങൾ കൃപയോടെ നിൽക്കുന്ന കേട്ടോ. ഇത് പ്രാർത്ഥന ഒരിക്കലും കൈവിടരുത്. രേഖ നിങ്ങൾക്കെതിരാണ്, പക്ഷെ തമ്പുരാൻ നിങ്ങൾക്ക് അനുകൂലമാ. യെസ്, രേഖ നിങ്ങൾക്കെതിരാണ്, എഴുതി വെച്ചവനും എതിരാണ്, രാജ്യം പോലും എതിരാണ്. പക്ഷേ തമ്പുരാൻ പറഞ്ഞ, ഞാൻ നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്നാ ചോദിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ റൈറ്റന ലമോറിയ സൈറ്റമന ഹദനഗസിയ നിങ്ങൾക്ക് നേരെ എരിഞ്ഞടങ്ങിയ തീ ഇന്നുമുണ്ട്,
ആ കഷ്ടത ഇന്നുമുണ്ട്. പക്ഷെ നിങ്ങളെ തൊടാതെ കൊണ്ട് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവം നിങ്ങൾക്കുള്ള കാലത്തോളം ഈ രാജ്യത്തിന്റെ ഒരു നിയമങ്ങൾ നിങ്ങളെ ബാധിക്കത്തില്ലെന്ന പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ രാജ്യത്തിന്റെ നിയമം പോലും നിങ്ങൾക്ക് അനുകൂലമാകും. ഇന്നലെ വരെ ദ്രോഹമെന്ന് സംഘം കൂടി ചർച്ച ചെയ്ത് നിങ്ങളെ ഒതുക്കി നിങ്ങളുടെ തകർച്ച കാണാൻ, നിങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ച കാണാൻ വിരോധമായി നിന്നവർ പോലും നിങ്ങളുടെ അനുകൂലമായിരിക്കുന്ന ചില മറുപടിയുടെ മുമ്പിൽ കിതച്ചു നിൽക്കുന്ന ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവിന്റെ പ്രഭാതത്തിൽ അറിയിക്കുന്നു. എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ. 6-ാം മാസം കഴിഞ്ഞ ഈ മാസം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ചില വിഷയത്തിനകത്ത് ജയമെടുത്ത് പുറത്തു വരും യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ എവിടെ തലകുനിക്കപ്പെട്ടോ, എവിടെ അപമാനിക്കപ്പെട്ടോ, ആരുടെ മുമ്പിൽ കളിയാക്കപ്പെട്ടോ, എവിടെ ഒറ്റപ്പെട്ടോ, അവരുടെ നടുവിൽ രാജകീയമായിട്ട് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്ന ഒരു നല്ല ദൈവത്തിന്റെ പദ്ധതി പ്രഭാതത്തിൽ നിങ്ങളുടെ തലമേൽ വെളിപ്പെടുന്നുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. അടുത്ത മണിക്കൂറുകൾ നിങ്ങളെ വിടുതൽ കണ്ടിരിക്കും. പരിശുദ്ധാത്മ പറയുന്നു. 6-ാം മാസത്തെ ഡിക്ലയർ ചെയ്ത് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നിങ്ങൾ ഒരു അസാധാരണ പദ്ധതിയിലേക്ക് മൂവ് ചെയ്യാൻ പോവുക. നിങ്ങൾ ഒരു അസാധാരണമായ നിലവാരത്തിൽ മൂവ് കാരണം നിങ്ങളുടെ തകർച്ച കണ്ട് കൈകൊട്ടാൻ കാത്തു നിന്നവരുടെ നടുവിൽ നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടും. രാജാവെ, നീ പറയും, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ദാനിയേലെ, നീ സേവിച്ചു വരുന്ന ദൈവം നിന്നെ വിടുവിപ്പാൻ. പ്രാർത്ഥന. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കുടുംബത്തോട് ചേർന്ന് റൈറ്റ് അല്ല ഹതനകട്ടെ എല്ലാവരും അധരങ്ങളെ തുറന്ന് അല്പസമയം സ്തോത്രം പറഞ്ഞാട്ടെ. ഈ പ്രഭാതത്തിൽ എല്ലാ തന്നെ അധരങ്ങൾ തുറക്കട്ടെ. എല്ലാ തന്നെ നാവിലും കെട്ടങ്ങൾ പോട്ടട്ടെ. അടുത്ത മണിക്കൂറുകൾ ഒരു വിടുതൽ എന്റെ മേൽ വേണമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഈ പ്രഭാതത്തിൽ അടുത്ത സെക്കൻഡുകൾ, അടുത്ത മണിക്കൂറുകൾ നിന്റെ മേഖല ദൈവിക പ്രകാശനമായി വെളിപ്പെട്ട് ദൈവത്തിനെ മാനിക്കുന്ന ഒരു തലമുറ പരിശുദ്ധാത്മാവിന്റെ തലം ഇടപെടുന്നു. എല്ലാ കെട്ടുകളും അഴിയുന്നു. എല്ലാ ശാരീരിക ബന്ധനങ്ങളും അഴിയുന്നു. എല്ലാ മാനസിക പീഡനങ്ങളും അഴിയുന്നു. എല്ലാ സാമ്പത്തിക കെട്ടുകളും പൊട്ടുന്നു. യേശുവിൻ നാമത്തിലെ ദൈവിക സ്പർശനം ഇന്ന് പകലിൽ ചില കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങി വരുന്ന പകലാകട്ടെ. കുടുംബമാർക്ക് ബന്ധിക്കാനൊരു സമയമുണ്ടെങ്കിൽ തമ്പുരാന് നമ്മളെ അഴിച്ചുവിടാൻ സമയമുണ്ട്. ഇത് യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് നമുക്കറിയാം. പത്മോസിന്റെ കടലിടുക്കിന് നടുവിൽ അവനെ ഒരു വലിച്ചെറിഞ്ഞു. ഡൊമേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത്, നീറോ ചക്രവർത്തിയുടെ കാലത്ത് വലിച്ചെറിഞ്ഞു. ഇത് വലിച്ചെറിഞ്ഞ ഒറ്റ ഉദ്ദേശമുള്ളൂ, ഇവനോട് കിടന്ന് ചാകണം. കാരണം ആ സമയത്ത് യോഹന്നാൻ അപ്പോസ്തലന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 90 വയസ്സിന് മേളിൽ പ്രായം ഉണ്ടായിരുന്നു ചരിത്രകാരന്മാർ പറയുന്നത്. ഈ 90 വയസ്സിന് മേളിലുള്ളവനെ വലിച്ചെറിഞ്ഞ പിന്നെ അവൻ ജീവിക്കും. ഇന്നത്തെ കാലത്ത് 90 വയസ്സുള്ള ഒരു അപ്പച്ചനെ നോക്കി വലിയ ആരോഗ്യമൊന്നും കാണത്തില്ല. പണ്ടത്തെ പോലെ ആരോഗ്യമോ ബലമോ ഒന്നും കാണത്തില്ല. എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ 10 ദിവസം കഴിഞ്ഞ് ചാകും എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ടിട്ടതാ. ഈ കടലിടുക്കിന് പത്മോസിനകത്ത് കൊണ്ടിടുക. അവിടെ മൊത്തം പാമ്പുകളും ഇഴജാതികളും കഴുകന്മാര് കൂടുകെട്ടിറങ്ങിയൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ഇരുളടഞ്ഞൊരു സ്ഥലമാണ്. ഒരു പാറക്കെട്ടിനകത്ത് ഈ പത്മോസ് എന്ന് പറയുന്നത് ഒരു പാറക്കെട്ട, വലിയൊരു അതായത് ഇരുളാ. രാത്രിയും പകലും ഒരുപോലെ ഇരുളാ. ഈ ഇരുട്ട് മുറിക്കകത്ത് കൊണ്ടിടുന്ന പോലെ അവനെ കൊണ്ടിട്ടിരിക്കുക. ഇട്ടവൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒറ്റ രാത്രിയാണ് ഇവൻ തീരണം. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഇവനെ തീരാൻ കൊണ്ടിട്ടതല്ല, പത്മോസ് ഇവനൊരു ആരാധന സ്ഥലമായി മാറാൻ പോവാ. കാര്യം ഈ പത്മോസിനകത്ത് കിടന്ന പേപ്പറും പേനായും കരത്തിലുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കരുത്. പക്ഷെ എന്തോ കർത്താവ് അവനെ കൊണ്ട് 7 സഭയ്ക്ക് അവിടെ ദൂത് എഴുതുക. എവിടെ തകരുമെന്ന് ചിന്തിച്ചെടുത്ത് ദൈവം ചിലത് ആരംഭിക്കുക. ഈ മിനിസ്ട്രിയോടും ഈ ഡാളസ് പ്രയർ ഗ്രൂപ്പിനോട് പറയുന്നു, തകരും എന്ന് പറഞ്ഞെടുത്ത് ദൈവം നിങ്ങളെ കൊണ്ട് ചിലത് ആരംഭിക്കും. യേശുവിന്റെ നാമത്തിൽ വീണു പോകും എന്ന് പറഞ്ഞെടുത്ത് തമ്പുരാൻ ചില റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്ന ചില സമയം, ചില മണിക്കൂറുകൾ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. പ്രാർത്ഥന മുറിയിലേക്ക് കയറിക്കോ. വളരെ ശക്തമായ ചില പ്രവാചകന്മാരകത്ത് എഴുന്നേക്കും, ചില പ്രവാചകന്മാരകത്ത് എഴുന്നേക്കും. കാലഘട്ടത്തോട് ദൂത് പറയുന്ന അഭിഷക്ത കുടുംബങ്ങൾ ഇതിനകത്ത് പുറത്തു വരുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. റൈറ്റ് അല്ല റമോസി അധന ലഗനഘടക ശൈറ്റമാന ഹന്തൽക്കമാനകസി. ഇന്ന് പകലിലും ആ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവിക സാന്നിധ്യത്തെ നമ്മളെ തിരിച്ചറിയുന്നു. അതികാലത്തെ എഴുന്നേറ്റ് അല്ലെ, ഈ അതികാലത്തെ എഴുന്നേക്കുന്ന വലിയ സന്തോഷമാണ്. അതികാലത്തെ എഴുന്നേറ്റ് സ്തോത്രം. ഹല്ലേലൂയ. രാജാവ് വന്നിട്ട്
സ്വതന്ത്രം ദാനിയനെ വിളിക്കുക ജീവനുള്ള ദൈവം. എന്നെ ആ പദം ഭയങ്കര സന്തോഷമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നിയൊരു പദമാണ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ദാനിയേൽ. കണ്ടോ, നമ്മൾ ജീവനുള്ള ദൈവത്തെ വിളിക്കുന്നതെന്ന് എല്ലാവരും അറിയാം, എല്ലാവരും അറിയാം. അത് ചില വിടുതൽ വെളിപ്പെടുമ്പോഴേ ചിലവന്മാർ പിന്നെ മനസ്സിലാകത്തുള്ളൂ. വീട്ടുകാർക്കും അറിയാം നമ്മളെ ജീവനുള്ള ദൈവത്തെ വിളിക്കുന്നതെന്ന്, വീട്ടുകാർക്കറിയാം നമ്മളെ ഇനി പിന്മാറ്റാൻ പറ്റത്തില്ലെന്ന്. അല്ലല്ലോ, ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയ സമയത്ത് സ്വതന്ത്രം എന്നെ ശക്തമായിട്ട് വാദിച്ചു. 3 മാസത്തിനകത്ത് നീ മടങ്ങി വരുമെന്ന് പറഞ്ഞു. 3 മാസം എനിക്ക് വെച്ച മാസം 3 മാസമാ. അപ്പൊ സ്വതന്ത്രം ഹല്ലേലൂയ. പിശാചല്ല, പിന്നെ എന്റെ വല്യപ്പന്മാരും എന്റെ പിതാക്കന്മാരും ഒക്കെ എനിക്ക് വെച്ച സമയം 3 മാസം. 3 മാസം അവൻ തികയ്ക്കത്തില്ലെന്നാ പറഞ്ഞ്. ഒന്നുകൂടെ ചേർത്ത് പ്ലസ് കൂട്ടി പറഞ്ഞത് അധിക നാള് ഭൂമി പോലും കാണത്തില്ലെന്നാ പറഞ്ഞേ. പക്ഷെ ആയുസിട്ട ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ എവിടെ വരെ കൊണ്ടുപോകുന്ന ഞാൻ പ്ലാൻ ചെയ്ത സ്ഥലം വരെ നീ ഓടിക്കൊണ്ടേയിരിക്കും. സത്യം നിലയ്ക്കുന്നവരെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. ഒരാമയും പറയുമ്പോ ശക്തിയോടെ ഹല്ലേലൂയ. അതിനർത്ഥം നമ്മുടെ പ്രാണനെ പരിധി പറഞ്ഞ് ഒതുക്കുന്നത് വീട്ടുകാരാണെങ്കിലും അവരുടെ നടുവിൽ നീ ആരാണെന്ന് വെളിപ്പെടുത്താൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ശക്തമായൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ശക്തമായൊരു പദ്ധതിയുണ്ട്. ദൈവികമായ ചില നിയോഗത്തിനകത്തേക്ക് ദൈവം തന്റെ കുഞ്ഞുങ്ങളെ മൂവ് ചെയ്യിപ്പിക്കാൻ പോകട്ടോ. അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. നീ ആരാണെന്ന് രാജ്യം വെളിപ്പെടുത്താൻ പോവാ, രാജ്യം വെളിപ്പെടുത്താൻ പോവാ. ദാരിയവശ രാജാവേ, നിനക്ക് ആളെ തെറ്റിപ്പോയി, പ്രാർത്ഥിക്കുന്നവനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഒരു രാത്രി കൂടെ പുറത്തു വരും. ഒന്നോട് പറയാം, നമുക്കുള്ള പ്രശ്നം ഒറ്റ രാത്രിയെ നിൽക്കത്തുള്ളൂ, പിറ്റേ പ്രഭാതത്തിൽ നമ്മൾ കൃപയോടെ പുറത്തു വരും. നമ്മളെ ഒതുക്കാൻ പറ്റുന്നവർക്കൊന്നും അധികം നാൾ ഒതുക്കാൻ പറ്റത്തില്ലെന്നേ. കാര്യം നമ്മുടെ മേലൊക്കെ ഭയങ്കര ദൈവിക പദ്ധതികളാണ് ഉള്ളത്, നമ്മളെ മേലൊക്കെ ഭയങ്കര ദൈവ നിയോഗമാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മളെ ഒതുക്കാൻ നോക്കുന്നവർക്കൊന്നും അധിക നാൾ ഒതുക്കാനൊന്നും പറ്റത്തില്ല. നമ്മളെ മാനിക്കാൻ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒതുക്കുന്നവന്റെ കരത്തിനകത്തുനിന്ന് ദൈവം നമ്മെ വിടുവിക്കും. ഇവിടെ ദാനീനെതിരെ ഒരു കുറ്റം കണ്ടുപിടിച്ചു. 120 പേര് ദേശാധിപതിമാര് ചെന്നിട്ട് മാറിയും തിരിഞ്ഞ് ചിലരിങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നുണ്ട്. ചിലർ അതിനുവേണ്ടി ചില ഏജന്റുമാരുണ്ട്, ഇന്ന് സാത്താന്റെ ഏജന്റുമാരുണ്ട്. കുറ്റം കണ്ടുപിടിക്കുക, പ്രാർത്ഥനയിൽ കുറ്റം കണ്ടുപിടിക്കുക, പ്രസംഗത്തെ കുറ്റം കണ്ടുപിടിക്കുക, ജീവിതത്തെ കുറ്റം കണ്ടുപിടിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അതേ പിടിച്ച് കുറ്റം കണ്ടുപിടിക്കുക. കുറ്റം കണ്ടുപിടിക്കുന്നവൻ അതിനേ പറ്റുള്ളൂ. അവന് വേണ്ടി സാത്താൻ അവനെ ഇങ്ങനെ നിയോഗിച്ചിരിക്കുക. പക്ഷെ നമുക്ക് അവരെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ദാനിയേലിന്റെ കുറ്റം കണ്ടുപിടിച്ച് വേറൊന്നുമല്ല, നമുക്കെതിരാണെങ്കിൽ ഒത്തിരി കുറ്റം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ദാനിയേലിനൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് ഇവന്മാർ ഓടി നടന്നിട്ട് കിട്ടിയത് ഇവൻ എപ്പോ ചെന്നാലും പ്രാർത്ഥിക്കുക, അല്ലെ? ചിലരെ കുറിച്ച് അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, എപ്പോഴും അങ്ങ് പ്രാർത്ഥനയാണല്ലോ, സ്വന്തം എപ്പോഴും അങ്ങ് ആരാധനയാണല്ലോ, എപ്പോഴും അങ്ങ് ബൈബിൾവാനയാണല്ലോ. ഇവരെ കുറിച്ച് ഒരു കുറ്റവും കണ്ടുപിടിക്കുന്നില്ലല്ലോ. കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കൂടെ നടക്കും കേട്ടോ. പക്ഷെ ശക്തമായിട്ട് സൂക്ഷിക്കണേ. പരിശുദ്ധാത്മ പറയുന്ന ചില ദിവസം നിങ്ങളെ പരീക്ഷിക്കും സാത്താൻ, നിങ്ങളുടെ ദേഹത്ത് കുറ്റം കണ്ടുപിടിക്കാൻ. പക്ഷേ ദാനിയേലിനെതിരെ 120 പേര് ചെന്നത് രാജാവേ, ഞങ്ങൾ ആകപ്പാടെ സ്വതന്ത്ര കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരൊറ്റ മറുപടി, ഇവൻ പ്രാർത്ഥിക്കുന്നവനാ കേട്ടോ. ഈ പ്രാർത്ഥിക്കുന്നവനെതിരെയാ പോര് കേട്ടോ, പ്രാർത്ഥിക്കുന്നവനെതിരെയാ പോര്. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് സ്വതന്ത്രം ചെയ്യാൻ തയ്യാറുണ്ട്? ഈ പ്രാർത്ഥിക്കുന്നവനെതിരെയാ പോര്. അല്ലാത്തതിനും ഒരു പ്രശ്നമില്ലെന്നേ, അല്ലാത്തതിനും ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ പറയുന്നതിനകത്ത് വേറൊരു അർത്ഥം, ഒരു സത്യസന്ധതയുണ്ട്. നമ്മൾ കർത്താവിന്റെ മുഖത്തേക്ക് നിൽക്കുന്നത് കൊണ്ട് നമുക്കെതിരെ ശക്തമായ വെല്ലുവിളികളുണ്ട്, ശക്തമായ പോരാട്ടങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എത്ര വ്യക്തികൾ പോരാട്ടത്തെ കടന്നാലും ഇത് ദൈവം അറിയാത്ത പ്രശ്നത്തെ കൂടെ അല്ല നീ പോകുന്നത്. യെസ്, ദൈവം അനുവദിച്ച പ്രശ്നത്തിനകത്തൂടെ നീ പോകുന്നത്, ദൈവം നിശ്ചയിച്ച പ്രശ്നത്തിനകത്തൂടെ നീ പോകുന്നത്. നീ പ്രാർത്ഥന മുറി കയറിയവളാണെങ്കിൽ ദൈവത്തിന് നിന്നോടുള്ള ഒരു മഹത്വം വെളിപ്പെടുത്തുന്നവരെ ഇച്ചിരി ശോധനക്കകത്ത് കടന്നു പോകേണ്ടി വരും. പക്ഷെ അതിന്റെ നടുവിലും ദൈവം ജയത്തോടെ 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 നിന്നെ നിർത്തുമെന്ന ഉറപ്പുള്ള ദൈവമക്കൾ കർത്താവിനെ ശക്തിയോടെ സ്തോത്രം ചെയ്യുക. നമുക്കറിയാം, ഒരിക്കല് യേശു കർത്താവ് സന്ധ്യയായപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. നമുക്ക് സന്ധ്യയില് പകലെല്ലാം വിശ്വാസത്തെ പറ്റി ഒത്തിരി കാര്യം പഠിപ്പിച്ചു. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, ഒരു വിളക്ക് കത്തിച്ച് എവിടെ വെക്കണം എന്നൊക്കെ പഠിപ്പിച്ചു. ഒത്തിരി കാര്യങ്ങളൊക്കെ യേശു പഠിപ്പിച്ചു സന്ധ്യയായപ്പോൾ പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. സ്തോത്രം. അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ വലിയ ഇഷ്ടം. ചിലർക്ക് യാത്ര വലിയ ഇഷ്ടമാണ്. ശിഷ്യന്മാർ എങ്ങോട്ടാന്ന് ചോദിച്ചില്ല, അക്കരയ്ക്ക് പോയി ചാടി വള്ളത്തെ കയറി, ചാടി ബോട്ടെ കയറി. സ്തോത്രം. നമ്മുടെയൊക്കെ പിന്നെ നാട്ടിൽ പറഞ്ഞാൽ ഈ ഗോസ്പൽ ടൂർ അല്ലെ, ഗോസ്പൽ ടൂർ എന്ന് പറഞ്ഞ സംഭവം അടിക്കുന്നുണ്ട്. ഗോസ്പൽ വരെ നടക്കുന്നുണ്ടോ?
വീഗാലാൻഡിൽ പോവുക, അല്ലെങ്കിൽ കൊടൈക്കനാലിൽ പോവുക, ഊട്ടി പോവുക, ഗോസ്പൽ ടൂർ സഭയായിട്ട് നമ്മളൊരു ഒരു ടൂർ അടിക്കുമ്പോൾ അതിന് പറയുന്നത് ഗോസ്പൽ ടൂറാ. അതിനകത്ത് ഗോസ്പലുമില്ല, പാട്ടുമില്ല, പ്രാർത്ഥനയില്ല, സൂചീകരണമില്ല, ഒന്നുമില്ല. അവിടെ ചെല്ലുക, ചാടുക, മറിയുക, അവസാനം ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കി കടം കയറി വീട്ടിൽ കയറി വരും. ഇതല്ലേ പരിപാടി. സ്വത്രം. പക്ഷെ ഈ യാത്ര അങ്ങനല്ലായിരുന്നു. ഇത് ശുശ്രൂഷയ്ക്കൊണ്ടുള്ള യാത്രയായിരുന്നു. കാരണം അക്കരയ്ക്ക് ഗദര ദേശത്ത് ഒരുത്തൻ ലഗ്യോൻ എന്ന് പറഞ്ഞ ഒരുത്തനെ കിടപ്പുണ്ട്. അവനെ അടിച്ച് പുറത്താക്കാൻ വേണ്ടി തമ്പുരാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങളോട് കയറിക്കോ, നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാന്ന് പറഞ്ഞു. ഇവന്മാര് കർത്താവല്ലേ പറഞ്ഞ ചേച്ചി ചാടി കയറി, ഒന്നും നോക്കിയില്ല, കയറി പടക്കി കയറി അങ്ങ് യാത്ര തിരിച്ചു. പക്ഷെ ഒരിക്കലും ഇല്ലാത്ത പ്രശ്നം അടിച്ചു. സോ വലിയ ചുഴലിക്കാറ്റെന്ന വചനം വായിക്കുന്നത്. പടക് മുങ്ങാറായി, മുങ്ങിപ്പോയതായിട്ടില്ല, പടക് മുങ്ങാറായി. അപ്പൊ ഈ യാത്രയില് ഭയങ്കര പോരാട്ടം അടിച്ചു. തിരകൾ ഉയർന്നു. ഒരിക്കലും ശിഷ്യന്മാർ ജീവിതത്തിൽ നേരിടാത്ത പ്രതിസന്ധി ഘട്ടത്തിനകത്തൂടെ ഈ നടുക്കടൽ അവർ പെട്ടുപോയി. സോദര, കർത്താവ് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. കർത്താവിനറിയാം ഈ കോളിലൊക്കെ ഒന്നും കർത്താവ് അറിയാതല്ല. ഇവന്റെയൊക്കെ വിശ്വാസത്തെ ഒന്ന് വളർത്താൻ വേണ്ടി പ്രശ്നങ്ങൾ വന്നപ്പോ തമ്പുരാൻ അമരത്ത് തലകണ വെച്ച് ഉറങ്ങുകയായിരുന്നെന്നാ. ആമേ. അമരത്തവൻ തലകണ വെച്ച് സുഖമായിട്ട് ഉറങ്ങുമ്പോൾ യുവമാർ ഓടിച്ചെന്ന് ഒരുത്തം വിളിച്ചു, ഗുരോ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ല. അതിന് അർത്ഥം കൂടെ ഞാൻ പറയാ, നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഈ പടക് കയറിയെന്ന വാക്കിനർത്ഥം. നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ യാത്രയ്ക്ക് തയ്യാറായത്. പിന്നെ ഞങ്ങൾക്ക് ഈ പ്രശ്നം എന്റെ കത്താ മിണ്ടാതിരിക്കുന്നത്. കർത്താവ് എഴുന്നേറ്റ് എന്തിനെയാ ശാസിച്ചെന്നറിയുമോ? തിരമാലയല്ല ശാസിച്ചത്, തമ്പുരാൻ ശാസിച്ചത് കാറ്റിനെ ശാസിച്ചു, തിരമാലകൾ അടങ്ങിയെന്ന. അതിനർത്ഥം ഇപ്പോൾ കുഞ്ഞെ നിനക്ക് നേരെ അടിക്കുന്ന പ്രശ്നത്തിന്റെ മറവിലൊരു കാറ്റുണ്ട്. ഇപ്പൊ നീ അടിക്കുന്ന തിരയ്ക്ക് മറവിലൊരു കാറ്റുണ്ട്. കർത്താവിന് ഇഷ്ടം തിരയല്ല, കർത്താവിനെ കാറ്റിനെ ശാസിച്ചപ്പോ തിര അടങ്ങി എന്നുള്ളതാ. ദൈവാത്മ ശക്തമായി ഇതിനകത്ത് ചിലര് നോക്കി പറയുന്നു, ഒരിക്കലും ഇല്ലാത്ത പ്രശ്നം നിന്റെ മുമ്പിൽ അടിക്കുമ്പോൾ ഓർത്തോണം, ഒരിക്കലും ചെയ്യാത്ത ശുശ്രൂഷയിലേക്ക് നീ മൂവ് ചെയ്തോണ്ടിരിക്കുക. ഒരിക്കലും ഇല്ലാത്ത പ്രശ്നം നിന്റെ പടകിനെ ആഞ്ഞടിക്കുമ്പോൾ ഓർത്തോണം, ആരും ചെയ്യാത്ത ചില ശുശ്രൂഷയിലേക്ക് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരിക്കലും ഇല്ലാത്ത പ്രശ്നത്തിനകത്തൂടെ നീ പോവുക. ആർക്കുമില്ല പ്രശ്നം. നീ നോക്കി നെഞ്ചിന്റെ ഭാഗത്തൊക്കെ കരം വെച്ചെന്ന് പറഞ്ഞ്, കർത്താവേ, ആർക്കുമില്ലാത്ത പ്രശ്നത്തിനകത്തൂടല്ലേ ഞാൻ പോകുന്നത്, ഞാൻ എങ്ങോട്ടാ കർത്താവ് പോകുന്നത്? കർത്താവ് പറഞ്ഞു, കുഞ്ഞെ, ആർക്കുമില്ലാത്തൊരു മിനിസ്ട്രി നിന്റെ അകത്ത് കിടപ്പുണ്ട്. ആർക്കുമില്ലാത്തൊരു പ്രാർത്ഥന ജീവിതം നിന്റെ അകത്ത് കിടപ്പുണ്ട്. ആരുടെയോ വിടുതൽ ദൈവം നിന്റെ കരത്തിൽ ഏൽപ്പിച്ചു. എത്ര പേർ സ്വോത്രം ചെയ്യാൻ തയ്യാറുണ്ട്? ആരുടെയോ വിടുതലുകൾ ദൈവം നിന്റെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. നീ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിഷയത്തിന്റെ വിടുതലും ദൈവാത്മാവ് ചെയ്തെടുക്കും. ഹല്ലേലൂയ. എത്ര പേർ സ്വോത്രം ചെയ്യാൻ തയ്യാറാണ്? മനസ്സിലായോ? ആമേൻ. തിര ഉയർന്നപ്പോ കാറ്റിനെ കർത്താവ് ശാസിച്ചു. ഞാൻ പലപ്പോഴും പ്രസംഗിക്കും പറയാറുള്ളതാ, നമ്മുടെ വീടുകളൊക്കെ ഈ ചെലന്തി വലയുണ്ട്, ചെലന്തി വല അല്ലേ? ചില റൂമിലൊക്കെ ആന്റിമാര് അമ്മമാരൊക്കെ എത്ര തൂത്തു വാരി ഇട്ടെന്ന് പറഞ്ഞാല് ഈ ചെലന്തി വല ഒന്നിൽ ഒരു മുറിയിലായിരിക്കും, അടുത്ത ദിവസം വേറെ റൂമിലായിരിക്കും, ചിലപ്പോൾ ഒരു മൂലയിലായിരിക്കും, അടുത്ത ദിവസം അതേ റൂമിനകത്ത് വേറൊരു ഭാഗത്തായിരിക്കും. ഇങ്ങനെ ചെലന്തി വല ഇങ്ങനെ പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്നും ചെലന്തി വല അടിക്കാത്തത് കൊണ്ടല്ല, പുറത്തുനിന്നൊരു ഗസ്റ്റ് വന്നാൽ പറയും, നിങ്ങൾ ഇത് തൂത്തു വാരുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നും അടിക്കുന്നുണ്ട്, തൂക്കുന്നുണ്ട്, വാരുന്നുണ്ട്. പക്ഷെ ചെലന്തി വല മാറുന്നില്ല. ചെലന്തി വല മാറണമെങ്കിൽ ഒറ്റ പരിപാടിയുള്ളൂ, ചെലന്തി ചാകണം. ഈ കെട്ടുന്ന ഒരു സാധനം അതിനകത്തുണ്ട്. ഈ ചെലന്തി ചാകാത്തോടത്തോളം കാലം ചെലന്തി വല എന്നും വീട്ടിനകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. നല്ല അമ്മമാര് ചിന്തിക്കുന്നത്, ഈ ചെലന്തി വല അടിക്കുന്ന കൂട്ടത്തിൽ ചെലന്തി താഴെ വീണാൽ ഇതിനെ കൂടെ അടിച്ചാൽ കൊല്ലും. സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഇത് ചാകാതെ വല മാറത്തില്ല. ഇന്ന് വല കെട്ടുന്ന പല പാർട്ടികളുമുണ്ട്. സുവിശേഷ വേലയ്ക്കെതിരെയും കുടുംബത്തിനെതിരെയും തലമുറയ്ക്കെതിരെ ഇന്നും വല കെട്ടി നമ്മളെ കഷ്ടത്തിലാക്കുന്ന ചില ചെലന്തികളുണ്ട്. ഈ പ്രാർത്ഥന ചെലന്തി ചാകണം കേട്ടോ. നിന്റെ ജീവിതത്തെ വല കെട്ടുന്ന ചിലതുണ്ട്, നിന്നെ തകർക്കാൻ വേണ്ടി വല വിരിക്കുന്ന ചിലതുണ്ട്. ഇന്ന് പ്രാർത്ഥനയ്ക്ക് ചിലതിന്റെ മീതെ ആധിപത്യം നീ പ്രാപിക്കണം. എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്താണ് തലമുറ വിഷയത്തിനകത്ത് ദൈവം കടാക്ഷിക്കാത്തത്? ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എന്റെ വിഷയത്തിനകത്ത് എന്താ ദൈവം ഇടപെടാത്തത് ചോദിക്കുമ്പോൾ പറയുന്നു, കുഞ്ഞൻ, നീ അറിയാത്ത കെട്ടുന്ന ഒരു ചെലന്തി നിനക്കൊണ്ട്, ഒരു പൈശാചിക പോര് നിനക്കൊണ്ട്. അതിനേക്ക് ജയമെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകിയ ഇന്ന് കെട്ടിയ ചെലന്തി നാളെ നിനക്ക് കാണത്തില്ല. കാര്യം, നാളെ വലയും കാണത്തില്ല. നീ എന്നെ അത്ഭുതമാക്കി ദൈവം പുറത്തു കൊണ്ടുവരും. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി വ്യക്തമായി ദൂത് പറയുന്നു, നിനക്കെതിരെ നിൽക്കുന്നതൊന്നും നിന്നെ ബാധിക്കാതെ വണ്ണം കുഞ്ഞാടിന്റെ രക്തത്തളപ്പിനകത്ത് അടുത്ത മണിക്കൂർ നീ ആയിരിക്കും. നീ ഓടിക്കുന്ന വാഹനത്തിന്മേൽ ദൈവ
സാന്നിധ്യം ഇറങ്ങുന്നു. ആമേൻ, സ്തോത്രം. നീ പോകുന്ന ഇടത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ഇന്ന് വരെ നിനക്ക് തുറക്കാത്ത ചില വാതിലുകൾ ദൈവം തുറന്ന് നിന്നെ മാനിക്കുന്നു. അതുകൊണ്ട് പറയുന്നു, നിന്റെ തകർച്ച കാണാൻ നോക്കി നിന്നവരുടെ നടുവിൽ നീ ഒരു അത്ഭുതമായി പുറത്തു വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ഞാനൊരു അത്ഭുതമാകാൻ പോവാ, ഞാനൊരു അത്ഭുതമാകാൻ പോവാ. എന്നെ തകർത്ത് കളയുന്ന പൈശാചിക മേഖലകൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തകരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇടകയ. ജോജു എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട ശക്തിയോട് പ്രാർത്ഥിച്ചു. ജോജു പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് അങ്ങയുടെ ദാസനെ നോക്കി പറയുന്നു, ഒന്നും നടക്കത്തില്ലെന്നൊക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെ മന്ത്രിക്കുമ്പോ, നെഹമ്യാവിന്റെ പുസ്തകം 2-ാം 20-ാമത്തെ വാക്യമുണ്ട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ സൻബല്ലത്തും തോബിയാവും കൂട്ടുകെട്ടി നെഹമ്യാവിന്റെ പേലയ്ക്കെതിരെ പൂട്ടുവെച്ചാലും നെഹമ്യാവ് ചങ്കത്തെ വിരൽ വെച്ച് പറഞ്ഞു, ഇല്ലടാ സൻബല്ലത്താവ്, ഇല്ലടാ തോബിയാവേ, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. യഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരിക്കുന്ന കാലത്തോളം ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം 1 ഞങ്ങൾ മതിൽ പണിയുന്ന സൻബല്ലത്തറിഞ്ഞപ്പോൾ ആമൻ, ഇവന്മാര് രോക്ഷം പൂണ്ടോട്ടെ, ആരൊക്കെ വഴിയടച്ചാലും ജോജു എന്ന് പറയുന്ന ആ ദൈവപുരുഷനോട് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളിൽ കൂടെ ആരംഭിക്കേണ്ടത് ദൈവം ആരംഭിക്കും. നിങ്ങൾക്ക് ചെയ്തെടുക്കേണ്ട വിഷയങ്ങൾ ദൈവം ചെയ്തെടുക്കും. ആമേ, പരിശുദ്ധാത്മ ഈ പകലിൽ വ്യക്തമായി പ്രാർത്ഥിച്ചോ, കർത്താവ് നിങ്ങളെ ഇന്ന് തൊട്ട് ബ്ലെസ് ചെയ്യാൻ പോവാ, അനുഗ്രഹിക്കാൻ പോവാ. കാര്യം നിങ്ങളെ കുറിച്ച് ചെയ്തിരിപ്പിക്കുന്ന മറ്റൊരാളെ പകരക്കാരെ ദൈവം ഏൽപ്പിക്കത്തില്ല. കാര്യം നിങ്ങളുടെ കണ്ണുനീരിന്റെ വില കണ്ട് ദൈവം മാനിച്ച് ദൈവാത്മ പറയുന്നു, ഇന്ന് തൊട്ട് ഈ പദം ഒന്ന് ആവർത്തിച്ചോണം, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്ന ഒറ്റ പദം പറഞ്ഞാൽ മതി, സാധിപ്പിക്കുന്ന ഒരു കർത്താവ്, കാര്യത്തെ ഇടപെടുന്ന ഒരു ദൈവം, എന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്തു വെച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. എന്തെല്ലാം പ്രശ്നം വരട്ടെ, പക്ഷെ ഞാൻ ഉറപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം മുഴുവനും സാധിപ്പിച്ചു. ഞങ്ങളെ കർത്താവ് ഒരു അത്ഭുതമാക്കി മാറ്റും, ഒരു അത്ഭുതമാക്കി മാറ്റും. ഈ കുടുംബത്തോട്, ഈ ഫാമിലി ഗ്രൂപ്പിനോട്, ഈ ഡാളസ് പ്രേ ഗ്രൂപ്പിനോട് ദൈവാത്മ പറയുന്നു, അസാധ്യങ്ങളെ സാധ്യമാക്കി നമ്മൾ പ്രഖ്യാപിക്കും. ഇതിനകത്ത് ചില പ്രവാചകന്മാർ എഴുന്നേക്കുന്നു കേട്ടോ. ഇതിനകത്ത് ചില ശക്തരായിരിക്കുന്ന പ്രവാചകന്മാർ എഴുന്നേക്കുന്നു. കാലഘട്ടത്തോടും സമൂഹത്തോടും ദൂത് പറയുന്ന ചില പ്രവചന സന്ദേശം അറിയിക്കുന്ന ചിലരെ ഈ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേക്കും. അതുകൊണ്ട് രാജാവ് അധികാലത്ത് എഴുന്നേറ്റു. അതിനകത്ത് 6-ാം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്ന രേഖ അവനെതിരെ എഴുതിയിരിക്കുന്ന അറിഞ്ഞപ്പോ ഇങ്ങനെ വാക്യമുണ്ട് അവിടെ, അവൻ പതിവ് പോലെ വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ ആ പുരുഷന് ഈ 10-ാം വാക്യത്തിനകത്തൊരു കാര്യം കിടപ്പുണ്ട്. അവൻ പതിവ് പോലെ 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പം ഈ പ്രശ്നം തുടങ്ങിയപ്പോഴല്ലേ ഇവന്റെ പ്രാർത്ഥന ആരംഭിക്കും. നമ്മളാണ് ഈ പ്രശ്നം തുടങ്ങുമ്പോൾ ആ പ്രശ്നം തുടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം. ഈ പ്രശ്നം തുടങ്ങുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ ആത്മീയത്തിൽ പോരാട്ടം ഉണ്ടാകുന്നത്. എന്തെങ്കിലും പ്രശ്നം ജീവിതത്തിനെതിരെ വരുമ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. പക്ഷെ പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അറിയിച്ചു. ഞാൻ പറഞ്ഞാൽ സ്തോത്രം, ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമെന്ന് അറിയുമ്പോഴേ ആരേലും വ്യക്തി മുഖാന്തരം ദൈവം നമുക്കൊരു വാണിംഗ് തരും. മോനെ പ്രാർത്ഥിച്ചോ, മകളെ പ്രാർത്ഥിച്ചോ, നിനക്കൊരു പോരാട്ടം വരുന്നുണ്ട്, അതിന് നിൽക്കണമെങ്കിൽ ഇപ്പോഴേ പ്രാർത്ഥന ആരംഭിച്ചോ. 2 മാസം കഴിഞ്ഞ് ഒരു പോരാട്ടം വരുന്നെങ്കിൽ ഇപ്പോഴേ ദൈവം അറിയിക്കും. അറിയിച്ച ദൂതന് മുമ്പാകെ സമർപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ച ദാനിയേൽ പറഞ്ഞു, ഞങ്ങൾ പതിവ് പോലെ പ്രാർത്ഥിച്ചു. ഇവിടെ ഞാൻ വായിക്കുന്നത്, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു, 3 നേരവും പ്രാർത്ഥിച്ചു എന്ന വചനം വായിക്കുന്നത്. എന്നുവെച്ചാൽ പ്രാർത്ഥനയ്ക്കകത്തുണ്ടാകുന്ന പദമാ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക, 2 മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, 3 നോക്കേണ്ട സ്ഥലത്തോട്ട് നോക്കി പ്രാർത്ഥിക്കുക. ഇതൊക്കെ ദൈവം തരുന്നൊരു വാചകങ്ങളാ. യേശുവിന്റെ നാമത്തിൽ അവൻ മാളിക മുറിക്കകത്തോട്ടാ കയറിയത്. യെരൂശലേമിന്റെ നേരെ കിളിവാതിൽ തുറന്ന് രക്തം ക്ഷയമെടുക്കുന്നു. അപ്പൊ ദൈവാത്മ പറയുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ കുഞ്ഞെ, ഒരിക്കലും മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ദൈവവേലയ്ക്ക് വേണ്ടി കരയുന്ന, പ്രാർത്ഥന മുറി കയറി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നീ ആരുടെ മുമ്പിൽ അടുത്ത മണിക്കൂറുകൾ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്കുള്ളതിനെ ദൈവം ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്.
എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആമേൻ. നിനക്ക് വേണ്ടി ഓപ്പൺ ആക്കി വെച്ചിരിക്കുക. നിന്റെ തകർച്ച കാണാൻ കൊതിച്ചിരുന്നവന്മാരോട് വിളിച്ചു പറ, ഇല്ലടാ തകരത്തില്ല, ഈ പ്രഭാതം ഞാൻ പുറത്തു വരും, പുറത്തു വരും, പുറത്തു വരും. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ ദൈവാത്മ ചില ഇടപെടുകയെ കഴിഞ്ഞ രാത്രി നിന്നെ ദുഃഖത്തിലാക്കി, നിന്നെ കഷ്ടത്തിലാക്കി, നിന്റെ ദാരിദ്ര്യത്തിലാക്കി, നിന്റെ അധപ്പതനം കാണാൻ ഒന്നുകൂടെ തുറന്ന് ഞാൻ പറഞ്ഞ നിന്റെ ശവം കാണാൻ കാത്തു നിന്നവർ നിന്റെ മുമ്പിൽ വരുന്നൊരു സീസൺ ദൈവം തുറക്കാൻ പോകട്ടോ. നിന്റെ അധപ്പതനം കാണാൻ, നിന്റെ കുടുംബത്തിന്റെ വീഴ്ച കാണാൻ, നിന്റെ തലമുറയുടെ വീഴ്ച കാണാൻ, നിന്റെ കുടുംബം ഒന്ന് തകർന്ന് കാണാൻ, നിന്റെ കുടുംബത്തിനകത്ത് നീ ഒന്നുമല്ലാത്തവളെ പോലെ, ഒന്നുമല്ലാത്തവനെ പോലെ തലകുനിച്ചിരിക്കുന്ന കാണാൻ കാത്തു നിന്നവരുടെ നടുവിൽ കർത്താവ് പറയുന്നു, കുഞ്ഞെ നീ ദുഃഖിക്കത്തില്ല, പകരം നിന്നെ ഇതിനകത്താക്കിയവൻ ദുഃഖിക്കും, നീ ജയത്തോടെ പുറത്തു വരും. വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് പകൽക്ക് ഈ ഗ്രൂപ്പിനകത്ത് സകല ദൈവമക്കളും ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട്, ഞാൻ വീഴുകയില്ല, ഞാൻ തകരുകയില്ല, ഞാൻ പതറിപ്പോകത്തില്ല. കാര്യം എന്റെ കർത്താവിന്റെ ബലമാണ്, കർത്താവിന്റെ സങ്കേതമാണ്. ഈ പ്രമാദത്തിലും ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് ഒരു അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. രേഖ നിനക്കെതിരാണ്, പക്ഷെ കർത്താവ് നിനക്ക് അനുകൂലമാണ്. ദൈവം നിനക്കെതിരാണ്, പക്ഷെ കർത്താവ് നിനക്ക് അനുകൂലമാണ്. എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിനകത്തൊരു മെസ്സേജ് പറയാൻ. കർത്താവ് ഇന്ന് രാത്രി ഏൽപ്പിക്കുന്നത്, നിനക്കെതിരെ നിൽക്കുന്നവരൊക്കെ ജീവകാലം മുഴുവനും എതിരായിരിക്കും, പക്ഷെ കർത്താവിന്റെ ആയുസ് അവസാനം വരെയും നിന്നെ നിത്യതയെ കൊണ്ടുവന്ന സമയം വരെയും കർത്താവ് നിന്റെ കൂടെ കാണും. കർത്താവ് നിനക്ക് അനുകൂലമാണ്. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്തോത്രം. ഈ ഇന്നത്തെ കാലത്ത് ഞാൻ കഴിഞ്ഞ രാത്രിയിലും ഒരു മീറ്റിങ്ങിന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, വൈകാരിക ബുദ്ധിക്കകത്ത് ആരെങ്കിലും പറയുക ഞാൻ നിങ്ങളുടെ കൂടെ കാണുമെന്ന് പറഞ്ഞാൽ അവരെ വിശ്വസിക്കരുത്. അവരുടെ കർത്താവ് 2025 പറഞ്ഞതാ, ഈ മുഖസ്തുതി പറയുന്നവരെ വിശ്വസിക്കരുത്. ഹല്ലേലൂയ. അവർ ഇന്നല്ല നാളെ നമ്മളെ തറയിലിടും. സ്തോത്രം. എന്റെ പ്രാർത്ഥന ഒത്തിരി കാര്യം ദൈവനെ അറിയിച്ചിട്ടുണ്ട്. എന്നോട് കർത്താവിനെ സംസാരിച്ചു. സ്തോത്രം. ഈ വൈകാരിക ബുദ്ധിക്കകത്ത് ഒരിക്കൽ പത്രോസ് കർത്താവിനോട് പറഞ്ഞ, കർത്താവെ നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടല്ലോ, നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? ഇത് പറഞ്ഞതിന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് യേശുവിനെ ഇവൻ 3 നേരം തള്ളി പറഞ്ഞു. കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവനാണേ. കൂടെ നിൽക്കും, ഞാൻ കൂടെ കാണും, ഞാൻ എന്ത് വന്നാലും കൂടെ കാണുമെന്ന് പറഞ്ഞ് ഏത് പുള്ളിയും സൂക്ഷിച്ചാണ്, ഒരുത്തനും കൂടെ കാണത്തില്ല. പക്ഷെ ആത്മമണ്ഡലത്തിൽ ഒരു ആത്മീയനായിട്ട് ഞാൻ ഇന്ന് രാത്രിയില് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ തമ്മിൽ ആത്മീയ ബന്ധം മാത്രമേ ഉള്ളൂ. ആമേൻ. സ്വതന്ത്രം പറഞ്ഞാട്ട് ഈ ആത്മീയ ബന്ധം മാത്രമേ നിലനിൽക്കത്തുള്ളൂ, അല്ലാത്തതൊക്കെ തകർന്നു പോകുന്നേ. അതൊക്കെ തകർന്നു പോകും. യേശുവിന്റെ നാമത്തിൽ ആത്മീയ ബന്ധം മാത്രം നിൽക്കും. ഞാൻ ഈ മീറ്റിങ്ങിനകത്തൊക്കെ ആയിരക്കണക്കിന് ജനം എന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ആത്മീയ ബന്ധമല്ലാത്തതൊന്നും നിലനിൽക്കത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നു, നിത്യതയിലേക്ക് പോകാൻ പറ്റിയ കൂട്ടുകെട്ടല്ലാത്തത് എല്ലാം ക്യാൻസൽ ചെയ്തോളം ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. കാര്യം ചോദിച്ചാൽ, കാര്യം അതൊന്നും നമ്മളെ എങ്ങും പരാജയത്തിൽ എത്തിക്കുന്ന ഒരു ബന്ധങ്ങളും നമുക്ക് വേണ്ട. കാര്യം കർത്താവിന് വേണ്ടി നിൽക്കാൻ പറ്റുന്ന ഒരു നല്ല കൂട്ടുകെട്ടിനെ ദൈവം നമുക്ക് തന്നാൽ, കുഞ്ഞെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നിന്റെ കൂടെ എപ്പോഴും സംസാരിക്കുന്നതെങ്കിൽ നീയും പ്രാർത്ഥനക്കാരിയായി മാറും. നീയും പ്രാർത്ഥനക്കാരനായി മാറും. വാക്തത്വമുള്ളവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീയും വാക്തത്വമുള്ളവനായി മാറും. യേശുവിന്റെ നാമത്തിൽ. ഹാലേ. കത്തുന്ന ഒരു വ്യക്തിയുടെ കൂടെ അതിന്റെ യാത്രയെങ്കിൽ നീയും അഭിഷേകത്തെ കത്തുന്നവനായി മാറും. രക്തം ചെയ്യപ്പെട്ടിരുന്നു. ദാനിയേലിനെ നീ കൂട്ടുപിടിച്ചു. ദാനിയേലുള്ള വിടുതൽ നിന്റെ വിടുതലും കൂടാ യേശുവിന്റെ നാമത്തിൽ. ദാനിയേലിനെ പറ്റി നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് ആലോചിക്കുന്നു, ഞാൻ നിങ്ങളെ കുറിച്ചും ആലോചിക്കുന്നു. ആ വിടുതൽ എന്റെയും വിടുതൽ എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കർത്താവിന് നന്ദിയോടെ നിനക്കെതിരെ പണത സകല രേഖകളും തിരിച്ചടിക്കാൻ പോവുക. ആമേ. പ്രാർത്ഥനയിൽ ഒന്ന് പോരാ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടയ്ക്കാമോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മ പറയുക, ഈ അധികാലത്തെ ദൈവം നിന്റെ വിടുതലേക്ക്, കഴിഞ്ഞ രാത്രി നിന്റെ തകർച്ച കാണാൻ കൊതിച്ചു നിന്നവരുടെ നടുവിൽ ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നു, അതിദുഃഖത്തോടെ അവൻ വന്നിട്ട് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ദാനിയേലേ, ഒന്നുകൂടെ പറഞ്ഞാൽ നിന്റെ വീട്ടുകാർക്ക് നല്ലോണം അറിയാം നീ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന്. നിന്റെ രക്തബന്ധങ്ങൾക്കറിയാം നീ സാധാരണ ദൈവത്തെ അല്ല വിളിക്കുന്നത്, നിന്നെ സിംഹത്തിന്റെ വായിന്ന് വിടുവിക്കുന്ന ദൈവത്തെയാണ്. പലർക്കും അറിയാം നീ രക്ഷപ്പെടേണ്ടവനാണ്, നീ രക്ഷപ്പെടും, നീ രക്ഷപ്പെട്ട പുറത്തു വരേണ്ടവനാണ്. യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു, അടക ദുനിയ റമറ്റി അതലഘടക സൈറ്റമന റാം ദുനിയ ലഗസിയ അതരമന വൈഡ പ്രബന്ധന ലഘടകസി അർഘത രകൽക്കനഗസി. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവികമായൊരു പദ്ധതി നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുത്തി തമ്പുരാൻ
നിന്നെ മാനിക്കാൻ പദ്ധതിയുടെ എല്ലാ കണ്ണുകളും അടയ്ക്കാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, ഈ വചനത്തിന് മുമ്പാകെ നല്ല പ്രഭാതത്തിൽ തന്റെ ജനത്തെ നിറഞ്ഞ മനസ്സ് ഞാൻ അനുഗ്രഹിക്കുന്നു. അടുത്ത മണിക്കൂറുകൾ, അടുത്ത സെക്കൻഡുകൾ അവരുടെ ലൈഫിനകത്ത് ഇതുവരെ നടക്കാത്തൊരു ദൈവ പ്രവൃത്തി നടക്കാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പകലിൽ ഈ പകലിൽ തെറ്റുകുറ്റങ്ങൾ വരാതെ ഞങ്ങളെ രക്തക്കോട്ടയ്ക്കകത്ത് തമ്പുരാൻ മറയ്ക്കുന്ന സ്നേഹത്തിന് നന്ദിയപ്പ. നന്ദിയല്ലാതെ ഞങ്ങൾക്ക് പറയാൻ ഒന്നുമില്ല. നന്ദിയല്ലാതെ ഞങ്ങൾക്ക് പറയാൻ ഒന്നുമില്ല. കാൽവറിയിലെ രക്തത്താൽ ഞങ്ങൾ മുദ്രയിട്ട് അനുഗ്രഹം പ്രാപിച്ച ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായിരിക്കുന്ന ഒരു ദൈവ വിടുതൽ ഇന്ന് പകലിൽ നടക്കണം. ഡാളസ് പ്രകടനയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഈ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ഇതിനെ ലീഡ് ചെയ്യുന്ന സിസ്റ്ററെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ പ്രിയപ്പെട്ടവരും ഒരു സാന്നിധ്യം കൊണ്ട് ദൈവം നിറയ്ക്കണം. അഭിഷേകത്തിന് വലിയൊരു കൈമാറ്റം ഞങ്ങളുടെ ജീവിതം നടക്കണം. ഈ പകലിൽ ഒരു വലിയ അനുഗ്രഹമായി ഞങ്ങൾ പുറത്തു വരണം. നന്മയ്ക്ക് ചെയ്യണം. പ്രാർത്ഥന ഘടന സ്തോത്രം. ആമേൻ. യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.